സിദ്ധാന്ത പദ്ധതികളും അതെങ്ങനെയാണ് നമ്മുടെ ഒരു സാഹിത്യ വിമർശന പദ്ധതിയെ അല്ലെങ്കിൽ സാഹിത്യ ചിന്താ പദ്ധതിയെ സ്വാധീനിച്ചത് എന്നുള്ളൊരു കാര്യത്തെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് നമ്മളതിന്റെ ഒരു ആദ്യ ഘട്ടം എന്ന രീതിയിൽ ഗ്രീക്ക് റോമൻ ചിന്ത തൊട്ട് നമ്മുടെ അഭിനവ ഭാസം എന്ന് പറയുന്ന ഒരു ഘട്ടം വരെ, ഒരു 18 നൂറ്റാണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ഈ ഒരു അടുത്ത ഒരു ഘട്ടം എന്ന രീതിയിൽ കാൽപ്പനികത തൊട്ട് ആധുനികാനന്തരത വരെയുള്ള ഒരു വലിയൊരു ടൈം സ്പാൻ മറ്റതിനെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ കൂടിയും പ്രസ്ഥാനങ്ങളുടെയും ചിന്തയുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഒരുപാട് ചിന്താ പദ്ധതികൾ, ഒരുപാട് ദാർശനികന്മാർ വരുന്നുണ്ട്, പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്, സാഹിത്യ വിമർശന സമീപനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയൊരു കാലമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിശദമായ മെറ്റീരിയൽ നിങ്ങൾക്ക് അതിനകത്ത് ലഭ്യമാവും. പരമാവധി നമുക്ക് പോകാവുന്നിടത്തോളം സിദ്ധാന്തങ്ങളിലേക്കും ദാർശനികന്മാർക്കും പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാൽപ്പനികത തൊട്ട് ആധുനികാനന്തരത വരെയുള്ള ഒരു ഘട്ടത്തെയാണ്, അതിന് ശേഷമുള്ള നമ്മൾ പറയുന്ന 2010 ശേഷം വന്നിട്ടുള്ള പോസ്റ്റ് മോഡേണിസം വരെയുള്ള ഒരു ഘട്ടത്തെ സാമാന്യമായിട്ട് വിശകലനം ചെയ്യാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുന്നുണ്ട് സർ. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞൊരു കാര്യം, എങ്ങനെയാണ് ഈ ഒരു ലോകക്രമം തന്നെ ഒരു പക്ഷേ ഈ ആധുനിക ജ്ഞാനോദയം തൊട്ട് മാറുന്നത് എന്നും, പ്രത്യേകിച്ച് അതിന് കാരണമായിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവം പോലെയുള്ള അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം പോലെയുള്ള നഗരങ്ങളുടെ രൂപീകരണം പോലെയുള്ള കൊളോണിയൽ ഘട്ടത്തിലേക്ക് യൂറോപ്പിലെ കോളനികളായിട്ട് മറ്റ് ഭൂഖണ്ഡങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തില് അതോടൊപ്പം തന്നെ ഈ പറയുന്ന മതം എന്ന് പറയുന്ന ഒന്ന്, മതവും ദൈവശാസ്ത്രവും മനുഷ്യ ജീവിതത്തിനകത്ത് ഇടപെടുന്നതിന്റെ കുറച്ച് പോളിറ്റിയിൽ രാഷ്ട്രതന്ത്രത്തിൽ ഇടപെടുന്നതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ ഒരു വികാസം, ഗലീലിയോയുടെ കൂടെ ശാസ്ത്രത്തിന്റെ, അതോടൊപ്പം തന്നെ ഭൂമി കേന്ദ്രിതമായിട്ടുള്ള ഒരു പുതിയ ലോകവീക്ഷണത്തിന്റെ സാഹചര്യം, മാനവികത, ദൈവത്തിന് പകരം മനുഷ്യനെ പ്രതിഷ്ഠിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയുള്ള കുറെ അവസ്ഥകൾ ചേർന്നിട്ടാണ് ഒരു കാൽപ്പനികതയുടെ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറയണ്ടേ. അതിന് സഹായിച്ചത് എങ്ങനെയാണ് ഈ പറയുന്ന റിനൈസൻസ് പോലുള്ള ഘട്ടങ്ങൾ എങ്ങനെയാണ് സഹായിച്ചത് എന്ന് നമ്മൾ വിശദീകരിക്കണം. അപ്പൊ അത് തൊട്ട് 4 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. കാൽപ്പനിക പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇംഗ്ലണ്ടിലും ജർമ്മനിയിലൊക്കെ തുടങ്ങുന്ന ഒരു കാൽപ്പനിക പ്രസ്ഥാനം എന്ന് പറയുന്ന ഒന്ന്, നമ്മൾ നേരത്തെ 18 നൂറ്റാണ്ട് വരെ നമ്മൾ പറഞ്ഞു. 19 നൂറ്റാണ്ടിൽ വരുന്ന ഈ കാൽപ്പനിക പ്രസ്ഥാനം എന്ന് പറയുന്ന എലിസബത്തൻ പീരീഡ് കഴിഞ്ഞ് വിക്ടോറിയൻ പീരീഡിലേക്കുള്ള അതിന്റെ ഷിഫ്റ്റ് അല്ലെ, വിക്ടോറിയൻ പീരീഡിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും റിയലിസത്തിന്റെയും കവിതയ്ക്ക് പകരം നോവലുകൾ പോലുള്ള കാര്യങ്ങൾ കയറി വരുന്നു, കുറെ കൂടെ യുക്തി പ്രധാനമായി മാറുന്നു, സമൂഹ കേന്ദ്രിതമായിട്ട് മാറുന്നു, ശാസ്ത്രീയമായ വിമർശന പദ്ധതികൾ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെയുള്ള ഈ റൊമാൻറ്റിസത്തിനെതിരായിട്ടുള്ള ചില വാദഗതികൾ മറ്റു കടന്നുവരവുണ്ടാവുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് നമ്മൾ വിക്ടോറിയൻ ഘട്ടം എന്ന് പറയുന്നത്. വിക്ടോറിയൻ സാഹിത്യത്തിന് ചിന്താധാരകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ ടോൾസ്റ്റോയിയെ പോലെയൊക്കെ പാരലായിട്ട് വേറെ ആളുകൾ വരുന്നുണ്ട്, ബെനഡിക്റ്റോ ക്രോച്ചയെ പോലുള്ള ആളുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് ഈ ഒരു 20-ാം നൂറ്റാണ്ടിന് കഷ്ടി തുടക്കം വരേക്ക് എത്തുന്ന ഒരു ഘട്ടത്തെയാണ് നമ്മൾ ഈ ഒരു വിക്ടോറിയൻ പീരിയഡ് എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നത്. ആ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ സംഭവിക്കുന്ന, പ്രത്യേകിച്ച് 1910 കൂടി ലിറ്ററേച്ചറിൽ, യൂറോപ്യൻ ലിറ്ററേച്ചറിൽ വളരെ വ്യാപകമായി സംഭവിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഹൈ മോഡേണിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്യന്താധുനികതയെന്നോ ആധുനികതാവാദം എന്നൊക്കെ വിളിക്കുന്ന, പലതരത്തിൽ വിളിക്കപ്പെടുന്ന ഒരു ഘട്ടം ഉണ്ടാവും. അപ്പൊ അതാണ് ഒരു 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതൊരു 50-കൾ വരെയൊക്കെ അതിന്റെ സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. പിന്നെ ക്രമേണ കൾച്ചർ ടേൺ പോലുള്ള, സ്പേഷ്യൽ ടേൺ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ സാഹിത്യ തത്വ ചിന്താ പദ്ധതിയിൽ ഉണ്ടാവുകയും അതിനനുസരിച്ച് പുതിയ പഠന പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഈ ആധുനികതാ വിമർശന പദ്ധതികൾ, പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ തിയറിയുടെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നവസംസ്കാര പഠനങ്ങളിലേക്ക് കടന്നുവരവോടുകൂടി ഒരു പുതിയ രീതിയിലേക്ക് നമ്മുടെ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ നമ്മുടെ സാഹിത്യ വിമർശന പദ്ധതികളൊക്കെ ഒരു വിമർശനാത്മക ചിന്തയുടെയും സാംസ്കാരിക പഠനങ്ങളുടെയും പോസ്റ്റ് മോഡേണിസത്തിന്റെയും പോസ്റ്റ് കൊളോണിയലിസത്തിന്റെയും പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെയും ഒക്കെ ഒരു തലത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള 4 ഘട്ടങ്ങളാണ് നമ്മൾ ഇന്ന് പൊതുവായിട്ട് കൈകാര്യം ചെയ്യുന്നത്.
അപ്പൊ റൊമാൻറ്റിസിസം എന്ന് പറയുന്ന അതിന്റെ ആദ്യത്തെ കാൽപ്പനിക കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ആ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ വിപ്ലവങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമുക്കറിയാം അല്ലെ. ഈ ഫ്രഞ്ച് വിപ്ലവം, ഏജ് ഓഫ് റവല്യൂഷൻ എന്നാണ് ആ ഒരു കാലഘട്ടത്തെ തന്നെ പറയാം. 1789 ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവമാണ് ഈ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരായ കലാപം, സിസ്റ്റത്തിനെതിരായ കലാപം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന വ്യക്തിയും സൊസൈറ്റിയും അല്ലെങ്കിൽ സിസ്റ്റവും തമ്മിലുള്ള വലിയ ഒരു സംഘർഷം ഉണ്ടാവുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ലിബർട്ടി എന്ന് പറയുന്ന ഈ പറയുന്ന ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ മുഴങ്ങുന്നുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അല്ലെ. അത് യൂറോപ്പിൽ ഉടനീളം എല്ലാ സിസ്റ്റവും തകർക്കപ്പെടാവുന്നതാണ് എന്നും ഈ സമുദായം അടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് ലംഘിക്കാമെന്നും അത് വ്യക്തിയുടെ ഒരു ഉച്ഛൃംഖലത്വമാണ് പ്രധാനം എന്ന് പറയുന്ന ഒരു ഉണർവിന്റെ ഒരു സംഗതി. എല്ലാ അധികാര ഘടനകളും ചോദ്യം ചെയ്യാനുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അതിന് വലിയൊരു പ്രചോദനമായി എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രചോദനമാണ്. പക്ഷേ നമുക്ക് കാൽപ്പനികതയെ, ഇംഗ്ലീഷ് കാൽപ്പനികതയെ നമ്മൾ 3 ഘട്ടങ്ങളായിട്ട് പൊതുവെ തരംതിരിക്കാറുണ്ട്. അതിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ വേർഡ്സ്വർത്തും കോൾറിഡ്ജും അടക്കം വരുന്ന ഒരു ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടം ശുദ്ധ കാൽപ്പനികതയുടെ ഒരു ഘട്ടം എന്ന് പറയാവുന്നത് കീറ്റ്സിന്റെയും ഷെല്ലിയുടെയും ഒക്കെ ഒരു ഘട്ടമാണ്. കീറ്റ്സ്, ഷെല്ലി, ബൈറൺ തുടങ്ങിയ കവികളുടെ ഒരു ഘട്ടമാണ്. പിന്നീട് അതൊരു കാൽപ്പനികതയുടെ ഒരു അപജയ ഘട്ടം എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടമാണ്. അതികാൽപ്പനികതയ്ക്കുള്ളതിന്റെ ഒരു വീഴലിന്റെ ഒരു ഘട്ടമാണ്. ടെന്നീസിനെ കണക്കുള്ള ആളുകൾ വരുന്നത്. അങ്ങനെ 3 ഘട്ടമായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷ് കാൽപ്പനികതയെ തരംതിരിക്കാറുള്ളത്. അപ്പോൾ അതിന്റെ അപ്പൊ അതിന് പ്രചോദനമായ ചില സാഹചര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന് വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ അതോടുകൂടി ഈ ലാൻഡ് എന്ന് പറഞ്ഞ ഫ്യൂഡലിസം എന്ന് പറഞ്ഞ ലാൻഡ് ഓറിയന്റഡ് ആയിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയും സാമ്പത്തികാവസ്ഥയും മാറുകയും അവിടെ ഉണ്ടാവുന്ന ജന്മാധികാരം അല്ലെങ്കിൽ വ്യക്തി ഒരു ജാതിയിലേക്ക് അല്ലെങ്കിൽ സാമൂഹ്യ ഘടനയിലേക്ക് പറന്നു വിടുകയും അവന്റെ വിധി അതോടുകൂടി നിർണ്ണയിക്കപ്പെടുകയും ചെയ്യാന്ന് പറഞ്ഞൊരു ഘട്ടം മാറുകയും ഓരോ വ്യക്തിക്കും സ്വതന്ത്രമായി തങ്ങളുടെ ജീവിതം നിർണ്ണയിക്കാൻ ആവശ്യമായ ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടാവുന്നു. വ്യക്തി ഒറ്റയ്ക്കാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നു. അപ്പൊ അത് വലിയൊരു പ്രതീക്ഷയായിട്ടാണ് ആദ്യകാല കവികളിലൊക്കെ ഈ പറയുന്ന വ്യവസായ വിപ്ലവവും മറ്റുമൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പൊ എന്നാൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന നാഗരികതയുടെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യവസായ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഈ ആളുകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വ്യക്തിക്ക് വലിയ ഒരു എന്താ പറയാ വ്യക്തിയുടെ അവകാശങ്ങൾ പ്രധാനമാവുന്നു, സ്വാതന്ത്ര്യം പ്രധാനമായി മാറുന്നു അല്ലെ. പക്ഷെ അതോടൊപ്പം തന്നെ സംഭവിക്കുന്നത് വലിയ ഈടുവെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് യൂറോപ്യൻ ബുർഷ്വാസിയുടെ ഒരു പിന്നീട് മാർക്സിയൻ നിരൂപകന്മാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. യൂറോപ്യൻ ബൂർഷ്വാസിയുടെ ഈ നഷ്ടപ്പെട്ട പ്രതാപങ്ങളെ കുറിച്ചുള്ള സങ്കടങ്ങളാണ് അർത്ഥത്തിൽ കാൽപ്പനികത എന്ന് പറയുന്നത്. അത് വലിയ അർത്ഥത്തിൽ ശരിയതാണ്. കാരണം ഈ നഗരവൽക്കരണത്തിന്റെ ഭാഗമായി അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹം, പ്രത്യേകിച്ച് യൂറോപ്പിലെ വെള്ളക്കാരായ സമ്പന്നരുടെയും മധ്യവർഗത്തിന്റെയും സമൂഹം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ഗ്രാമീണ സ്വച്ഛന്തതയെ സംബന്ധിച്ച്, ഗ്രാമത്തിന്റെ അധികാരത്തെ സംബന്ധിച്ച് ഒക്കെയുള്ള നഷ്ടബോധം അല്ലെങ്കിൽ ഗൃഹാതുരതയാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം. അതോടൊപ്പം തന്നെ പ്രകൃതിയിൽ നിന്നുള്ളൊരു വിച്ഛേദം ഈ പറയുന്ന വേർഡ്സ്വർത്തിലൊക്കെ വരുന്നത് ഈ ഒരു യന്ത്രവൽകൃത സമൂഹത്തിലേക്ക്, ഫാക്ടറികളിലേക്ക് അങ്ങനെ മാറുന്ന ഒരു ഘട്ടത്തിൽ മനുഷ്യനിൽ പ്രകൃതിയിൽ നിന്ന് അകറ്റുക എന്ന് പറയുന്ന അങ്ങനെ യാന്ത്രികവും മനുഷ്യത്വരഹിതവും ഒക്കെ ആയിട്ടുള്ള ഒരു ആൾക്കൂട്ട സംസ്കാരത്തിലേക്ക് മാറുന്നതിനെതിരായ ഒരു പ്രതികരണമായിട്ടാണ്, അഥവാ പ്രകൃതിയുടെ സൗന്ദര്യത്തെ തിരിച്ചു പിടിക്കുക, ആ പ്രകൃതിയിലേക്ക് മടങ്ങുക തുടങ്ങിയ ആശയങ്ങളോട് കൂടിയാണ് ഈ വേർഡ്സ്വർത്തിന്റെയും മറ്റു കവിതകൾ വരുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഗൃഹാതുരത എന്ന് പറയുന്ന വിഷാദം എന്നൊക്കെ പറയുന്നത് പ്രധാനമായി തീരുന്നു. എന്നാൽ അതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തിവാദത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്, റൈസ് ഓഫ് ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് വളരെ പ്രധാനമായി തീരുന്നു. സമൂഹത്തിന്റെ നിയമങ്ങളെക്കാൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കേണ്ട ഈ പറയുന്ന സമൂഹത്തിന്റെ പൊതു നിയമങ്ങളെക്കാൾ വ്യക്തിയുടെ അനുഭവങ്ങൾക്കും വൈകാരികതകൾക്കുമാണ് പ്രാധാന്യമെന്നും അതുകൊണ്ട് അവന്റെ ആന്തരിക ലോകമാണ് ചിത്രീകരിക്കേണ്ടത്, ബാഹ്യ ലോകത്തിന് പകരം ആന്തരിക ലോകമാണ് ചിത്രീകരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നുള്ള, വ്യക്തിയുടെ അനുഭവങ്ങൾക്കും അനുഭൂതികൾക്കും പ്രാധാന്യം ഉണ്ടാവുന്നു അല്ലെ. അതോടൊപ്പം തന്നെ ആന്തരിക ലോകത്തിന്റെ ആവിഷ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. അത് സാഹിത്യത്തിനകത്ത് അത് പ്രതിഫലിച്ചത് റിയാക്ഷൻ ടു നിയോ ക്ലാസിസം എന്ന അർത്ഥത്തിൽ ഈ പറയുന്ന അഭിനവ ക്ലാസത്തോടുള്ള ഒരു റിയാക്ഷൻ ആയിട്ട്, ഒരു പ്രതികരണമായിട്ടാണ് അത് വരുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന അഗസ്റ്റൻ കാലഘട്ടത്തെ ഒക്കെ അറിയുക എന്നൊക്കെ പറയുന്ന നിയോ ക്ലാസത്തിന്റെ ഒരു സംഗതിയോട് മാറിയിട്ട് ഈ പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയാ
ഈ മെത്തറൈസ്ഡ് ആയിട്ടുള്ള പ്രകൃതി ക്ലാസിക്കുകളിലാണ് എന്നുള്ള ആ ഒരു സങ്കല്പം മാറി, അല്ല അത് ഗ്രാമങ്ങളിലാണ് എന്ന് പറയുന്ന ഒരാശയം, യഥാർത്ഥ പ്രകൃതി എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന വലിയ വലിയ ദൈവങ്ങളുടെ കഥകളല്ല, മറിച്ച് സാധാരണ മനുഷ്യരുടെ, ഗ്രാമീണരുടെ ജീവിതവും ഗ്രാമീണരുടെ ഭാഷയും ഒക്കെയാണ് ആദർശാത്മകമാണെന്നും അല്ലെ. അപ്പൊ അത് ആണ് കവിതയുടെ അല്ലെങ്കിൽ പ്രമേയമാകേണ്ടത് എന്നൊക്കെയുള്ള വേർഡ്സ്വർത്തിന്റെ ആശയങ്ങളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താ പറയാ ഗോഥിക് ലിറ്ററേച്ചറിന്റെ ഒരു വലിയ സ്വാധീനം, അല്ലെങ്കിൽ അതിന്റെ പ്രതിമാ നിർമ്മാണത്തിന്റെയും മറ്റൊക്കെ സ്വാധീനം ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന ഒരു തരം സാഹസികത, മാനുഷികത, ഒരു കാട്ടിനകത്ത് നമ്മൾ ഈ അപരിചിത സൗന്ദര്യം എന്ന് പറയുന്നത്, അപരിചിതമാക്കലാണ് സൗന്ദര്യം എന്നൊക്കെ പറയുന്ന സംഗതി. അപ്പൊ അത് ബ്ലേക്ക് ഒക്കെ പറയുന്നത് പോലെ ഒരു കാട്ടിനകത്ത് പെട്ടെന്ന് ഒരു സിംഹം ഒരു വളവിനകത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ഭയാനകമായ സൗന്ദര്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളെ ത്രസിപ്പിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്ന അത്തരമൊരു സൗന്ദര്യത്തെ കുറിച്ചുള്ള ചില ആശയങ്ങൾ ഉണ്ടാവുന്നു അല്ലെ. അതോടൊപ്പം തന്നെ നിയോ ക്ലാസിക് കാലഘട്ടത്തിലെ രൂപപരമായ ചില കർക്കശമായ നിയമങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഈ പറയുന്ന വൃത്തബദ്ധത പോലുള്ള കാര്യങ്ങൾ, അതിനെ അങ്ങനെ എഴുത്തിന്റെ നിയമങ്ങളെ ശിഥിലമാക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് തോമസ് ഗ്രേ തൊട്ട് തന്നെ അത് സംഭവിക്കുന്നുണ്ട്. കൂപ്പർ പോലെ അല്ലെങ്കിൽ വാളിൻസ് പോലുള്ള എഴുത്തുകാരൊക്കെ കുഞ്ഞു കുഞ്ഞു കവിതകളിലേക്ക് അത് മാറുന്നു, അല്ലെങ്കിൽ ലഘുകവനങ്ങളിലേക്ക്, ക്രമേണ ഓടുകൾ അല്ലെങ്കിൽ ലിറിക്കുകൾ തുടങ്ങിയ കാവ്യരൂപങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവുന്നു. അപ്പൊ ചെറിയൊരു ഭാവത്തെ പ്രകാശിപ്പിക്കുന്ന, അതിനെ സൂക്ഷ്മമായി പ്രകാശിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ എഴുത്തുകാരൻ സ്രഷ്ടാവാണ് എന്ന് പറയുന്ന സംഗതി, ആ സൃഷ്ടിക്കകത്ത് എഴുത്തുകാരനാണ് അധികാരം എന്ന രീതിയിൽ എഴുത്തുകാരനെ അകത്ത് നേരിട്ട് പ്രതിഷ്ഠിക്കുന്നു എന്ന് പറയുന്നതും അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ അതോടൊപ്പം തന്നെ എഴുത്തുകാരൻ ഈ പറഞ്ഞ ഈശ്വര സമാനനാണ് എന്ന്, അപാരേ കാവ്യ സംസാരി എന്നൊക്കെ ഇവിടെ പറയുന്ന ഒരു സംഗതിയിൽ എഴുത്തുകാരൻ ഈശ്വര സമാനനാണെന്നൊക്കെ പറയുന്ന ഹെർഡറിന്റെ ആശയമൊക്കെ അവിടെ ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളുടെ ആത്മാവിന്റെ കുടിയടയാളമാണ് കവിത എന്നൊക്കെ പറയുന്ന ഒരു ആശയം ഉണ്ടാവുകയും അങ്ങനെ എഴുത്തുകാരൻ അല്ലെങ്കിൽ കർത്താവ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായി തീരും ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വ്യത്യസ്തനാണ് എന്ന് പറയുന്ന, അല്ലെ, ഐ ആം ഡിഫറെന്റ് എന്ന് പറയുന്ന റൂസോയുടെ ആശയം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അപ്പൊ ഈ പ്രകൃതിയിലേക്ക് മടങ്ങുക, വ്യക്തിവാദം, മാനവികതാവാദം, അതുപോലെ തന്നെ അലൗകികവും ഇന്ദ്രിയപരവുമായിട്ടുള്ള അനുഭൂതികളെ ആവിഷ്കരിക്കുക തുടങ്ങിയ കുറെ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അതിന്റെ ഈ ഭാവസംവേദനത്തിന് പ്രാധാന്യം നൽകുക, ആശയത്തിന് പകരം വൈകാരികതയ്ക്ക് പ്രാധാന്യം നൽകുക. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി, ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇമോഷണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഈ പഴയ കാലം അല്ലെങ്കിൽ ഗർഭപാത്രത്തിലേക്ക് മടങ്ങുക, ബാല്യകാലത്തിലേക്ക് മടങ്ങുക, കൊഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക്, അങ്ങനെ സുവർണ ഭൂതകാലത്തിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ ആകാശത്തേക്ക് അല്ലെങ്കിൽ അലൗകികമായ ലോകത്തേക്ക് സഞ്ചരിക്കുക, അല്ലെങ്കിൽ രണ്ടു തരം സംഗതികളാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ എപ്പോഴും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ലോകം എന്ന് പറയുന്നത് വളരെ പീഡാകരമാണ് എന്നും തങ്ങൾ മറ്റൊരു ലോകത്ത് നിന്ന് വന്നവരാണെന്നൊക്കെ പറയുന്ന ഈ കീറ്റ്സിന്റെയും ഷെല്ലിയുടെയൊക്കെ ആശയങ്ങൾ ആ കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചങ്ങലക്കെട്ടിലാണ് മനുഷ്യരെന്നും ആ ചങ്ങലക്കെട്ടുകളെ പൊട്ടിക്കുകയാണ്, മനുഷ്യവംശത്തെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് ഒരു ഭാവനയുടെ അല്ലെങ്കിൽ ഉദാത്തതയുടെ ഒരു അലൗകികമായ ലോകത്തേക്ക് പറത്തിവിടുന്നതാണ് സർഗാത്മകത എന്ന് പറയുന്ന ഒരാശയമാണ്. വില്യം ബ്ലെയ്ക്കിനെ പോലെ, ആദ്യത്തെ നമുക്കൊരു ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് എന്നൊക്കെ പറയാവുന്നത് വില്യം ബ്ലെയ്ക്ക് ആണെന്ന് പറയും. അപ്പൊ ബ്ലെയ്ക്കിന്റെ തത്വചിന്ത മുഴുവൻ ആ രീതിയിലായിരുന്നു. അതായത് സ്വാതന്ത്ര്യമാണ് കലയുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു ആശയം അതേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള മാതൃകകൾ അനുസരിച്ചിട്ടല്ല കവി എഴുതുന്നത്, ശക്തിയിൽ നിന്നാണ് അയാൾ കവിത എഴുതുന്നത്, അഥവാ അയാളുടെ ജീനിയസിൽ നിന്നാണ് കവിത എഴുതുന്നത്. അതിന് ഭാവനയും വികാരവുമാണ്, കാവ്യ പ്രചോദനവുമാണ് പ്രധാനമുള്ളത്. അല്ലാതെ ഈ പറയുന്നത് പോലെ കവി ശിക്ഷണമോ അല്ലെങ്കിൽ ഈ പറയുന്ന പാരമ്പര്യമോ അല്ല എന്നതും ഈ പറയുന്ന ബ്ലെയ്ക്കിന്റെ കാശാണ്. അപ്പൊ ബ്ലെയ്ക്കൊക്കെയാണ് അതിന് തുടക്കമിടുന്നത്. അതിന്റെ തുടർച്ചയിലാണ് വേർഡ്സ്വർത്തിന്റെയും കോൾറിഡ്ജിന്റെയും ഒന്നാം ഘട്ടം അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെല്ലി, കീറ്റ്സ്, ബൈറൺ തുടങ്ങിയ കവികളുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘട്ടം ആകുമ്പോഴേക്കും ടെന്നിസിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ ആ ഒരു ഘട്ടത്തെ കുറിച്ച് സാമാന്യമായ ഒരു ധാരണ ഉണ്ടാവണം. ഓക്കെ, അതിനകത്തുള്ള ചില പ്രധാനപ്പെട്ട ആളുകളിലേക്ക് വരാം അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നമുക്കറിയാവുന്ന പോലെ വില്യം വേർഡ്സ്വർത്ത് തന്നെയാണ് അല്ലെ. വേർഡ്സ്വർത്തിന്റെ ഈ പറയുന്ന പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസ് പോലുള്ള കൃതികളിലൂടെയാണ് അതിന്റെ ലിറിക്കൽ ബാലൻസ് പോലുള്ള കൃതികളിൽ അതിന്റെ ആമുഖത്തിലൂടെയാണ് ഈ പറയുന്ന തന്റെ കാവ്യ സിദ്ധാന്തങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് നമുക്കറിയാം.
അപ്പൊ അതിനകത്ത് വേഡ്സ്വർത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അല്ലെ, ഈ കവിത എന്ന് പറയുന്നത് ഈ പറയുന്ന താൻ നഷ്ടപ്പെട്ട എന്താ പറയാ, താൻ തനിക്ക് കളഞ്ഞുപോയ ഗ്രാമീണ ജീവിതമാണ് ആദർശാത്മകം എന്നുള്ളതാണ്. അപ്പൊ ഈ ആദർശാത്മകമായ ജീവിതം എന്ന് പറയുന്നത് സ്വർഗീയമായ ഒരു ജീവിതമോ അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ കാല ജീവിതമല്ലെന്നും അത് തത്കാല ജീവിതമാണെന്നും അത് ഗ്രാമീണ ജീവിതമാണ്. അപ്പൊ കവിത ഇതുവരെ പുറത്താക്കിയിരുന്ന മനുഷ്യാനുഭവങ്ങൾ അത് ഗ്രാമത്തിലുള്ളതാണ് അല്ലെ. അപ്പൊ ഗ്രാമീണ ജീവിതം എന്ന് പറയുന്നത് ആദർശാത്മകമാണ് എന്ന ഒരു ആശയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതയുമായി ബന്ധപ്പെടുത്തിയുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അദ്ദേഹം ഈ പറയുന്ന ഈ പ്രീഫേസിൽ 1798 അദ്ദേഹം ഈ ലിറിക്കൽ ബാലൻസിന്റെ ഒരു ആമുഖത്തിനകത്താണ് അദ്ദേഹം അത് പറയുന്നത്. പിന്നീട് അത് ഈ പുതുക്കുന്നുണ്ട് 1800-ലും 1802-ലും ഒക്കെ ആ പ്രീഫേസ് പുതുക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമായത് ആ പ്രീഫേസ് ലിറിക്കൽ ബാലൻസിന്റെ പുതുക്കിയ രൂപമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ പറയുന്ന റൊമാൻറ്റിസത്തിന്റെ ഒരു മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് എഴുതിയ ഒരു സംഗതിയാണ്. നിയോ ക്ലാസിക് സാഹിത്യ പാരമ്പര്യത്തെ മുഴുവൻ ഇവിടുന്ന് പുറത്താക്കിക്കൊണ്ട് ചില സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയാണ് വേർഡ്സ്വർത്തും മറ്റൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ആശയമാണ് ഞാൻ പറഞ്ഞത്. ഈ കവിതയുടെ പ്രമേയം എന്ന് പറയുന്നത് സാധാരണ ജീവിതം ആയിരിക്കണം. സബ്ജക്ട് മാറ്റർ ഓഫ് ദ പോയട്രി എന്ന് പറയുന്നത് ഹംബിൾ ആൻഡ് റസ്റ്റിക് ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ റസ്റ്റിക് ലൈഫ് എന്ന് പറയുന്ന അതൊരു സാധാരണ ജീവിതം ആയിരിക്കണം. അതൊരു നോബിൾ എന്നുള്ള അർത്ഥം കൂടെ അദ്ദേഹം അതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ പറയുന്ന ഗട്ടർ റിയലിസവും തമ്മിലൊരു വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജാക്കന്മാരുടെയും പ്രഭുക്കളുടെയും ഒക്കെ പുരാണ കഥാപാത്രങ്ങളെയൊക്കെ വിഷയമാക്കുന്നതിന് പകരം തന്റെ കവിതയുടെ കേന്ദ്ര ബിന്ദുവായിട്ട് ഗ്രാമീണ ജീവിതത്തെ കൊണ്ടുവരിക, അവിടുത്തെ സാധാരണ മനുഷ്യരെ കൊണ്ടുവരിക എന്ന് പറയും. കാരണം ഏറ്റവും തനിമയുള്ള നൈസർഗികമായ വികാരങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവിതത്തിനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വിചാരം, അദ്ദേഹം ഒരു നാഗരികനായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു വിചാരം ഗ്രാമീണരുടെ ജീവിതം വളരെ ലളിതവും നിഷ്കളങ്കവും അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ശക്തവുമാണ് എന്നാണ് അല്ലെ. അപ്പൊ നഗരത്തിൽ കാണുന്ന നാട്യപ്രധാനം, നഗരം ദരിദ്രം, ആ ഒരു സംഗതി. അപ്പൊ ആ ഒരു സോഷ്യൽ വാനിറ്റി എന്ന് പറയുന്നത് നഗരത്തിലെ കൃത്രിമത്വങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള പലതരം ആഡംബരങ്ങൾ അല്ലെ, അപ്പൊ അത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ, സ്വന്തം വികാരങ്ങളെ മറയ്ക്കുന്ന പ്രച്ഛന്ന വേഷത്വം എന്ന് പറയുന്നത് ഇത് ഗ്രാമങ്ങളിൽ ഇല്ല എന്നും ഈ പറയുന്ന ഗ്രാമീണർ പ്രകൃതിയുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചവരാണ് എന്നും അവരുടെ അനുഭവങ്ങൾ, അനുഭൂതികൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് എന്നല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ഈ ബ്യൂട്ടിഫുൾ ആൻഡ് പെർമനന്റ് ഫോംസ് ഓഫ് നാച്ചുറുമായി ഈ പ്രകൃതിയുടെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന അദ്ദേഹം ഏറ്റവും സുന്ദരമായിട്ടുള്ള വസ്തുരൂപങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകൃതിയുമായിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഭാഷ ഏറ്റവും ശുദ്ധവും സ്വച്ഛവുമാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചല്ലേ. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ സത്യങ്ങൾ, മനുഷ്യ മനസ്സിനകത്തുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സത്യങ്ങളെയും അല്ലെങ്കിൽ എസെൻഷ്യൽ പാഷൻസ്, നമ്മുടെ വികാരങ്ങളെയും ഒക്കെയാണ് എന്താ പറയുക കവിതയിൽ ആവിഷ്കരിക്കേണ്ടത്. അത് ഏറ്റവും നന്നായി കാണാൻ കഴിയാവുന്നത് ഈ ഗ്രാമീണരുടെ ജീവിത പ്രമേയത്തിൽ മാത്രമല്ല അവിടെ ഭാഷയും. ഭാഷ പറഞ്ഞപ്പോൾ അദ്ദേഹം ഗ്രാമീണ ഭാഷയിലായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെ അദ്ദേഹം ധാരാളം കവിതകൾ, ഇപ്പോൾ മൈക്കിൾ എന്ന് പറയുന്ന കവിത അല്ലെങ്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള സോളിറ്ററി റീപ്പർ പോലുള്ള കവിതകളൊക്കെ അദ്ദേഹം അങ്ങനെയാണ് എഴുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കാവ്യഭാഷയെ കുറിച്ചുള്ള 2 നിർവചനങ്ങളുണ്ട്. നിർവചനങ്ങൾ നമ്മൾ പിന്നീട് പറഞ്ഞതാണ്. 2 കാഴ്ചപ്പാടുകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അല്ലെ. വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെ, പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതിശക്തമായ വികാരങ്ങളുടെ ഒരു കരകവിഞ്ഞുള്ള അല്ലെങ്കിൽ നൈസർഗികമായ ഒരു കുത്തൊഴുക്കാണ് അല്ലെങ്കിൽ പ്രവാഹമാണ് കവിത എന്ന് പറയുന്നത്. കവിത വൈകാരിക പ്രവാഹമാണ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത് അല്ലെ. ഇതാണ് അദ്ദേഹം ഒരു നിർവചനമെങ്കിൽ അല്ലെ. ഈ പറയുന്ന പൊയറ്റിക് ഡിക്ഷൻ എന്ന് പറയുന്ന നിയോ ക്ലാസിക് കാലഘട്ടത്തിനകത്ത് സാധാരണ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൃത്രിമവും ആലങ്കാരികവുമായ ഒരു ഭാഷയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പകരം അതിസാധാരണക്കാരുടെ ഭാഷയിലേക്ക്, സംസാര ഭാഷയുടെ ഏറ്റവും ദ റിയൽ ലാംഗ്വേജ് ഓഫ് മാൻ അല്ലെ, മനുഷ്യരുടെ യഥാർത്ഥ ഭാഷയായിരിക്കണം സാഹിത്യത്തിന്റെ ഭാഷ എന്നൊക്കെ പറയുന്നത്. ഈ നൈസർഗികമായ വികാരങ്ങളുടെ ആവിഷ്കാരത്തിന് ഏറ്റവും ഉചിതമായ ഭാഷ ഈ സാധാരണ ഭാഷയാണ് എന്നുള്ള ഒരു രീതിയിലാണ്. എന്നാൽ അദ്ദേഹം സംസാര ഭാഷ അതുപോലെ പകർത്തിയെടുക്കുക എന്നല്ല, ആ ഭാഷയിലെ പരുക്കനായ ഘടകങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ശ്രദ്ധാപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, സെലക്ഷൻ ഓഫ് ലാംഗ്വേജ് റിയലി യൂസ്ഡ് ബൈ മെൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അർത്ഥത്തിൽ ഈ
ശക്തമായ വികാരങ്ങൾ കവിതയ്ക്ക് സ്വാഭാവികമായ ഒരു ഭാഷ അത് കൊണ്ടുവരും. അതിനെ നമ്മൾ പിന്നീട് ബുദ്ധി കൊണ്ട് നമ്മൾ കൃത്രിമമായ അലങ്കാരപ്പണി അതിനകത്ത് നടത്തേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കവിത എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിനെ സംബന്ധിച്ച ആശയങ്ങളാണ് പിന്നീട് നമ്മൾ അദ്ദേഹത്തിന്റെ കാവ്യ നിർവചനങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. സത്യത്തിൽ കവിത എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിന്റെ ഒരു പ്രോസസ്സിനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഈ പോയട്രി ഇസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ പവർഫുൾ ഫീലിംഗ് എന്ന് പറയുന്നത്. അതൊരു വികാരങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് കവിത എന്ന് പറയുന്നത്. വൈകാരികമായി നമുക്കകത്ത് ഒതുക്കാൻ കഴിയാത്ത വികാരങ്ങൾ വരുമ്പോൾ അത് അപ്പൊ തന്നെ കവിതയായി മാറുന്നു എന്നർത്ഥത്തിലാണ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ടെമ്പറാലിറ്റിയുടെ ഒരു സംഗതി കൂടെ അദ്ദേഹം ചേർക്കുന്നുണ്ട്. നമ്മൾ വൈകാരികമായി ത്രസിക്കുമ്പോഴാണ് അത് കവിത ഉണ്ടാകുന്നത്. അതാണ് കോളേജൊക്കെ പിന്നീട് അദ്ദേഹം വിമർശിക്കുന്നത്. പക്ഷെ അദ്ദേഹം അത് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊരു ബുദ്ധിപരമായ വ്യായാമങ്ങളോ തങ്ങളുടെ ശിക്ഷണമോ അല്ലെ തിരുത്തലുകളോ ഒക്കെ കൊണ്ട് തന്നെ പുതുക്കപ്പെടേണ്ട അല്ലെങ്കിൽ മാറ്റപ്പെടേണ്ട ഒന്നാണ് കവിത എന്നുള്ള അർത്ഥത്തിലല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ നിർവചനമായിട്ട് നമ്മൾ പറയുന്നത് ഇമോഷൻസ് റീകലറിംഗ് ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ. അത് ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന സുന്ദര വികാരമാണ് അല്ലെ. ശാന്തതയിൽ ഓർത്തെടുക്കുന്ന ഒരു വികാരമാണ്. ഒരു ഓർമ്മയുണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ. തന്റെ കുട്ടിക്കാലത്ത് തന്റെ ഒരു ബാല്യകാല സുഹൃത്തിനെ കുറിച്ചുള്ള ഒരു ഓർമ്മയിൽ നിന്നൊരു വിലാപകാവ്യം ഉണ്ടാവുന്നത് പോലെ അങ്ങനെ ഒരു ഓർമ്മയാണ് വിരഹത്തിന്റെയോ അല്ലെങ്കിൽ പലതരം ഓർമ്മകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ താൻ നേരത്തെ അനുഭവിച്ച ഒരു അനുഭൂതി അപ്പോൾ തന്നെ കവിതയായി മാറുകയല്ല ചെയ്യുന്നത്. പിൽക്കാലത്ത് അത് ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുക എന്നുള്ളത് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയ വളരെ പേഴ്സണൽ ആയ ഒരു സംഗതിയാണ്. ശക്തമായ വികാരം ഉണ്ടാവുന്ന സമയത്ത് തന്നെ കവിത എഴുതല്ല ചെയ്യുന്നത്. ശാന്തമായ ഒരു അവസ്ഥയിൽ കവി അതിനെ ഓർമ്മിച്ച് അതിനെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അവിടെ തന്റെ വികാരങ്ങളെ ക്രമപ്പെടുത്താൻ കവിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ ഈ ഒരു ഐ വാണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ് പോലുള്ള അദ്ദേഹത്തിന്റെ ടിൻഡൻ ആബി പോലുള്ള കഥകളൊക്കെ ഈ പ്രക്രിയ വിശദീകരിക്കുന്നതിനായിട്ട് അദ്ദേഹം എഴുതിയ കവിതകളാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഡാഫോഡിൽ പൂക്കളൊക്കെ ഏതോ കാലത്ത് കണ്ടതിന്റെ ഒരു ഓർമ്മയിൽ നിന്ന് പിന്നീട് വളരെ കാലം കഴിഞ്ഞ് അദ്ദേഹം കവിത എഴുതുന്നത് പോലെ ഒരു കാര്യം അല്ലെ. ഇതാണ് അദ്ദേഹത്തിന്റെ കവിതയുടെ നിർവചനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അല്ലെ. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് കവിതയുടെ ഭാഷ സാധാരണക്കാരുടെ ഭാഷയായിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. അത് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം പറയുന്ന ഒരു കാര്യം കവിയുടെ ജോലി എന്ന് പറയുന്നത്, കവിയുടെ ധർമ്മം എന്ന് പറയുന്നത്, റോൾ ഓഫ് ദ പോയറ്റ് എന്ന് പറയുന്നത് എ മാൻ സ്പീക്കിംഗ് ടു മെൻ എന്നാണ് അല്ലെ. മറ്റുള്ള മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് കവി എന്നുള്ളതാണ്. മറ്റുള്ളവരോട് സംസാരിക്കുന്ന മനുഷ്യനാണ് കവി അല്ലെ. ഇപ്പൊ അങ്ങനെയുള്ള ഒരു മാനുഷികമായ വിനിമയമാണ് കവിത എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു മാനവികത അദ്ദേഹം ഉറപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ കവി അതുകൊണ്ട് തന്നെ ഒരു സാധാരണ മനുഷ്യനാണ്. അയാൾക്കൊരു വലിയ മറ്റുള്ളവരെക്കാൾ ഹൈറ്റുള്ള ഒരു മനുഷ്യനായിട്ടല്ല എന്ന് പറയുന്നത് അല്ലെ. കവി മനുഷ്യരോട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അയാൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ദിവ്യനുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ കവിക്ക് പ്രത്യേകമായിട്ടുള്ളത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് കൂടുതൽ സംവേദനക്ഷമത അല്ലെ, കുറെ കൂടെ ലൈവ് സെൻസിബിലിറ്റി കവിക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് സാധാരണക്കാർക്ക് ഒരു പക്ഷേ അതിൽ നിന്ന് കവിത ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. കവി ഒരു സാധാരണക്കാരനായി നിന്നുകൊണ്ട് അതിൽ നിന്ന് കവിത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. വികാരങ്ങളെ തൊട്ടുണർത്താനുള്ള കഴിവും അല്ലെ, ഈ പ്രപഞ്ചത്തെയും മനുഷ്യപ്രകൃതിയും ഒക്കെ ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ജിജ്ഞാസയൊക്കെ ഉള്ള ഒരു വ്യക്തിയുള്ള ആളായിട്ട് അദ്ദേഹം കവിയെ അല്ലെങ്കിൽ എഴുത്തുകാരനെ കാണുന്നത് എന്നുള്ളതാണ് അല്ലെ. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടെ ഒരുപാട് വിശദീകരിച്ച സമയം അല്ലെ. ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഇവരുടെ കവിതയുടെ ലക്ഷ്യം കേവലാനന്ദമല്ല എന്നും അതിന് ധാർമ്മികത എന്ന് പറഞ്ഞ് മോറൽ എലവേഷൻ എന്ന് പറഞ്ഞ കവിതയ്ക്ക് ആവശ്യമുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും വേർഡ്സ്വർത്തുമായി ബന്ധപ്പെട്ട ആശയം. ഓക്കെ, കോൾറിഡ്ജിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, കോൾറിഡ്ജ് വേർഡ്സ്വർത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. വേർഡ്സ്വർത്തിനേക്കാൾ ഒരു പക്ഷേ കാലാധിവർത്തിയായി നിൽക്കുന്ന കവിതകൾ എഴുതിയ ഒരാൾ കൂടിയാണ്. സാഹിത്യ സൈദ്ധാന്തികൻ എന്ന നിലയിലും വേർഡ്സ്വർത്തിന്റെ സിദ്ധാന്തങ്ങൾക്കും കോൾറിഡ്ജിന്റെ സിദ്ധാന്തങ്ങൾക്കും വേർഡ്സ്വർത്തിനേക്കാൾ ആഴമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കോൾറിഡ്ജിന്റെ പ്രധാനപ്പെട്ട ആശയം, പ്രത്യേകിച്ച് അദ്ദേഹം ഈ പറയുന്ന കാവ്യ നിർമ്മാണ പ്രക്രിയക്കകത്ത് എന്ത് ഭാവനകളാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം അവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ കോൾറിഡ്ജിന്റെ ചില പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് വരും അല്ലെ. അപ്പൊ അദ്ദേഹം കാൽപ്പനികതയുടെ പ്രത്യേകിച്ച് കാന്റിയൻ ഫിലോസഫി പോലുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ലിറ്ററേച്ചറിന്റെ
മേഖലയ്ക്ക് കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. ആ അർത്ഥത്തിൽ അദ്ദേഹം വേർഡ്സ്വർത്ത് നേരത്തെ പറഞ്ഞ ഗ്രാമീണ ഭാഷ, ആദർശാത്മകമായ ഗ്രാമീണ ജീവിതം തുടങ്ങിയ എല്ലാ ആശയങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് തന്റെ കാവ്യ സിദ്ധാന്തങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് മാത്രമല്ല, തന്റെ തന്നെ കാവ്യ സിദ്ധാന്തങ്ങൾ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് വേർഡ്സ്വർത്തിന് നല്ല കവിതകൾ എഴുതാനായത് എന്ന് കൂടെ പറഞ്ഞു വെച്ചയാളാണ് കോൾറിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന് പറയുന്ന ആത്മകഥാപരമായ ഒരു കൃതിക്കകത്താണ് അദ്ദേഹം പ്രധാനമായിട്ടും ഈ പറയുന്ന തന്റേതായ കാവ്യ സിദ്ധാന്തങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം പക്ഷെ പല നമ്മുടെ സാഹിത്യ ചരിത്രകാരന്മാർ, സിദ്ധാന്ത ചരിത്രകാരന്മാരൊക്കെ നമ്മുടെ സിദ്ധാന്ത ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരാളൊക്കെയാണ് അദ്ദേഹത്തെ ഏറ്റവും മികച്ച സാഹിത്യ വിമർശകൻ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതല്ല, അദ്ദേഹത്തിന്റെ ഇതൊക്കെ പലതും അനുകരണങ്ങളായിരുന്നു എന്ന് എന്താ പറയാ വിമർശിക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ, സങ്കല്പനപരമായിട്ട് അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ അതുവരെയും നമ്മുടെ സാഹിത്യത്തിനകത്ത്, സാഹിത്യ ചിന്തയ്ക്കകത്ത് മനോവ്യാപാരം എന്ന രീതിയിൽ കവിതയെ കാണുമ്പോഴും അതിന്റെ പിറകിൽ ഭാവന എന്ന് പറയുന്ന ഒന്നിനെ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോഴും ഇതെന്താണ് എന്ന് അതിന്റെ ഒരു മനോവ്യാപാര പ്രക്രിയയെ ഘടനാപരമായി വിശദീകരിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അതിനെ ഘടനാപരമായിട്ട് ആദ്യം വിശദീകരിച്ച ഒരാളാണ് അദ്ദേഹം. പ്രത്യേകിച്ച് അദ്ദേഹം ഫാൻസി എന്നും ഇമാജിനേഷനും എന്ന് രണ്ടായി തരംതിരിച്ചു. ഇമാജിനേഷൻ തന്നെ അദ്ദേഹം പ്രൈമറി ഇമാജിനേഷൻ എന്നും സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറഞ്ഞ രണ്ട് സംഗതികൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ ഭാവനയും അതുപോലെ തന്നെ കൽപ്പന എന്ന് പറയുന്ന രണ്ടെണ്ണം തരംതിരിച്ച് അദ്ദേഹം കൊണ്ടുവരുന്നു അല്ലെ. കൽപ്പന എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെ ഒരു ഓർമ്മയുടെ ഒരു ഫാക്കൽറ്റിയാണ്. ഓർമ്മയിൽ നിന്ന് നമ്മളിങ്ങനെ നമ്മുടെ ഓർമ്മയിൽ ചെതറി കിടക്കുന്ന രൂപങ്ങളെയൊക്കെ വളരെ ഓർഗാനിക് ആയിട്ട് ക്രമവൽക്കരിച്ച് അവതരിപ്പിക്കാനുള്ള ഒരു ശേഷിയാണ്, ഒരു യാന്ത്രികമായ ഒരു ശേഷിയാണ്. ഫ്രാഗ്മെന്റഡായ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമ്മളൊരു കാര്യത്തെ ഡിസൈൻ ചെയ്തെടുക്കുന്നതിന്റെ അതിനെ നറേറ്റ് ചെയ്യുക ചെയ്യുന്ന ഒരു സംഗതിയാണ് നമ്മൾ അല്ലെ ഈ പറയുന്ന ഫാൻസി എന്നതുകൊണ്ട് അദ്ദേഹം അല്ല. അതൊരു യാന്ത്രികമായ മെക്കാനിക്കലായ ഒരു പ്രോസസ്സാണ് എന്നതാണ് എല്ലാവർക്കും ഉള്ള ഒരു സംഗതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ. ഓർമ്മയിൽ നിന്ന് രൂപങ്ങളെ, ആശയങ്ങളെ ഒരു ചിത്ര രൂപത്തിലെടുത്ത് അതിനെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് ആക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, അപ്പൊ അത് അവിടെയാണ് ഈ പല ചിത്രങ്ങളിലുള്ള ഇമേജുകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതല്ല. ഇപ്പൊ ഒരു മരത്തിന്റെ ചില്ല കണ്ട് അത് മനുഷ്യന്റെ കൈയുമായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ രൂപകം ആളുകൾക്ക് മനസ്സിലാവുന്നത് അതൊരു കൽപ്പന മാത്രമാണ് അല്ലെ. ഈ പറയുന്ന ആകാശത്തേക്ക് നീട്ടിയ രണ്ട് കൈകളാണ് മരത്തിന്റെ ചില്ലകൾ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു കൽപ്പന മാത്രമാണ്, അതിനകത്ത് ഭാവനയല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഇമാജിനേഷൻ എന്ന് പറയുന്നത് കുറെ കൂടെ ദൈവികവും സൃഷ്ടിപരവുമായ ഒരു ശക്തിയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യന്റെ വളരെ അന്തർനിഹിതമായിട്ടുള്ള വലിയൊരു ശേഷിയായിട്ടാണ്. അതിനെ തന്നെ അദ്ദേഹം രണ്ട് ലെയറായിട്ട് ചെയ്യുന്നുണ്ട്. പ്രാഥമിക ഭാവന എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു ഭാവനയല്ല, അടിസ്ഥാനപരമായ ഒരു കഴിവാണ് അല്ലെ. അത് ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന സെൻസേഷനിൽ നിന്ന് നമ്മളൊരു പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഈ അറിവുകളെയും അനുഭവങ്ങളെയും അനുഭൂതികളാക്കി മാറ്റാനുള്ള ഒരു കഴിവിനെയാണ് അല്ലെ. അത് ലോകത്തെ അറിയാനും അനുഭവിക്കാനുമുള്ള ഇന്ദ്രിയജ്ഞാനം വഴി നമുക്ക് ലോകത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യാനുള്ള മനുഷ്യന്റെ കഴിവാണ്. അത് മാത്രമല്ല, അത് വളരെ അബോധാത്മകമായി ഇൻബിൽറ്റ് ആയിട്ട് മനുഷ്യനകത്തുള്ള ഒരു സംഗതിയാണ് എന്നാണ് അദ്ദേഹം. അപ്പൊ എല്ലാവർക്കുമുള്ള ഒരു ഭാവന, അതിന്റെ ഒരു ബേസിക് ആയ ഒരു സംഗതിയാണ് അദ്ദേഹം പ്രാഥമിക ഭാവന എന്ന് അദ്ദേഹം വിളിക്കുന്നത്. അതിനപ്പുറമുള്ളൊരു സംഗതിയാണ് കവിക്ക് അല്ലെങ്കിൽ എഴുത്തുകാരന്, കലാകാരനുള്ളൊരു ഭാവന. അത് പ്രാഥമിക ഭാവനയേക്കാൾ കുറെ കൂടെ ആഴത്തിലുള്ളത്, കുറെ കൂടെ ഉയർന്നതും. നേരത്തെ അബോധപൂർവമാണെങ്കിൽ, നൈസർഗികമാണെങ്കിൽ, ഇത് ബോധപൂർവമായ ഒരു സംഗതിയാണ് ദ്വിതീയ ഭാവന അല്ലെങ്കിൽ സെക്കൻഡറി ഇമാജിനേഷൻ അദ്ദേഹം പറയുന്നത് അല്ലെ. അതാണ് ഈ സൃഷ്ടി പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ കാവ്യനിർമ്മാണ പ്രക്രിയയിലേക്ക് പുതിയ ഒന്നിനെ ഉണ്ടാക്കാനുള്ള, അതുവരെ ഇല്ലാത്ത ഒന്നിനെ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു കവിയുടെ കഴിവിനെ എത്തിക്കുന്നത് ഈ പറയുന്ന ദ്വിതീയ ഭാവനയാണ് എന്നാണ് അല്ലെ. അത് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ ഈ പറയുന്ന ഫാൻസി വഴിയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ലോകത്തെ ഇന്ദ്രിയങ്ങളിലൂടെ പലതരം അനുഭവങ്ങളോ അല്ലെങ്കിൽ പലതരം കഷ്ണങ്ങളായിട്ട് മനസ്സിലാക്കി അല്ലെ അതിനെ സംയോജിപ്പിച്ച് കൊടുക്കുന്ന ഒരു സംഗതി, അതിന് രൂപം കൊടുക്കുന്ന നമ്മുടെ ബോധം എന്ന് പറയുന്നത്, ആ ബോധത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ പറയുന്ന ഘടകങ്ങളെയൊക്കെ പരസ്പരം ലയിപ്പിച്ചുകൊണ്ട്, വിഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിതറിച്ചുകൊണ്ട് ചില പുതിയ രൂപനിർമ്മിതികളിലേക്ക് എത്തുന്നു. അപ്പൊ അതൊരു പുനഃസൃഷ്ടി എന്ന് പറയുന്നത് ഒരു അനുകരണ സൃഷ്ടിയല്ല, ഒരു തരം അല്ലെ ഇറ്റ് ഡിസോൾവ്സ് അല്ലെ, ഇറ്റ് ഡിഫ്യൂസസ് ആൻഡ് റീക്രിയേറ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഓർഡർ, റീഓർഡർ അല്ലെ, പുതിയൊരു ക്രമത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്
ദ്വിതീയ ഭാവന എന്നാണ്. അപ്പോൾ കവി ഒരിക്കലും ലോകത്തെ ഇമിറ്റേറ്റ് ചെയ്യുക. അതോടുകൂടി മിമസിസ് എന്ന് പറയുന്നത് നമ്മൾ ഈ സാഹിത്യ ചരിത്രത്തിൽ അതുവരെ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം അതോടുകൂടെ കാൽപ്പനികതയോടുകൂടി നമ്മുടെ സാഹിത്യ തത്വചിന്തയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഒരു തരം അനുകരണവുമല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ഇതിന്റെയൊക്കെ സംഗതികൾ ചേർത്തുകൊണ്ടുള്ള ഒരു ഈ വിഘടിപ്പിച്ചുകൊണ്ട് അതിനെ പുതിയ രീതിയിൽ സംയോജിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അത് കവിയുടെ ഭാവനയ്ക്കകത്താണ് സംഭവിക്കുന്നത്. അത് ഈ പറയുന്ന പുറത്തുള്ള പ്രകൃതിയുമായിട്ട് അതിന് ബന്ധമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ കൽപ്പനയും ഭാവനയും സംബന്ധിച്ച ഒരു 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 കാര്യം എന്ന് പറയുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനകത്തുള്ള സത്യം, കവിതയുടെ സത്യം എന്താണ് എന്ന് പറയുന്ന ഒരു കാര്യം. കവിതയുടെ സത്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് ലോകത്ത് നടക്കുന്ന സത്യം അല്ലെങ്കിൽ ലോകത്തെ സത്യത്തെ അല്ല കവിത റെപ്രസെന്റ് ചെയ്യുന്നത്, അത് അതിനകത്തൊരു സത്യത്തെയാണ് ഉണ്ടാവുന്നത്. സത്യവും വിശ്വാസ്യതയും തമ്മിലൊരു ബന്ധത്തെ കുറിച്ച് അവിടെ അദ്ദേഹം പറയുന്നത്. കാരണം പലപ്പോഴും കവി കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ കവി ഒരു ഭാവനാത്മകമായ ഒരു സംഗതിയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊരു ഭാവനാത്മകമായ ഒരു സാധനമാണ് എന്ന് നിങ്ങൾക്ക് അതിനെ ആസ്വദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു വായനക്കാരൻ ഒരു കാവ്യലോകത്തേക്ക് ഒരു കലാരൂപത്തിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ചില കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് താൻ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് അല്ലെങ്കിൽ തന്റെ യുക്തിയെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ടാണ് താൻ ഈ ഇതിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ബോധം അതിന്റെ ആസ്വാദകന് ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതാണ് വിശ്വാസത്തെ സ്വമേധയാ മാറ്റിവെക്കുക എന്ന് പറയുന്നത്, വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഇതൊന്നും ശരിയല്ലല്ലോ, ഇങ്ങനെ സംഭവിക്കില്ലല്ലോ, 10 തലയൊന്നും സാധ്യമല്ലല്ലോ തുടങ്ങിയ യുക്തിയല്ല അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. അത് കോൾപ്പിച്ച് പറഞ്ഞ ഈ പറയുന്ന എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, അതായത് ഒരു കാര്യത്തെ സൂപ്പർ നാച്ചുറൽ ആയിട്ട് അവതരിപ്പിക്കുക എന്നാണ്. അപ്പൊ പ്രീഫേസ് ലിറിക്കൽ ബാലൻസിനകത്ത് ഇവർ രണ്ടുപേരും ചേർന്നിരുന്ന കവിതയിൽ അവരുടെ ജോലികളൊക്കെ പരസ്പരം പങ്കുവെച്ചിരുന്നു. അപ്പൊ കോൾറിഡ്ജിന്റെ ജോലി എന്ന് പറയുന്നത് ഈ പറയുന്ന സാധാരണ ജീവിതങ്ങളെയാണ് വേർഡ്സ്വർത്ത് ആവിഷ്കരിച്ചിരുന്നെങ്കിൽ അതിനെ അസാധാരണമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ അതിനെ അമാനുഷികമാക്കി മാറ്റുന്ന ചില എലമെന്റ്സ് അതിനകത്ത് സൂപ്പർ നാച്ചുറൽ ആക്കി മാറ്റുന്ന എലമെന്റ്സ് ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അത് ഉണ്ടാക്കുമ്പോൾ കാര്യം സൂപ്പർ നാച്ചുറൽ എന്നുള്ള തോന്നൽ ഉണ്ടാവരുത്, മറിച്ച് എന്താണ് അതിനകത്ത് വരുന്ന സമയത്ത് അത് നമ്മൾ യുക്തിഭദ്രമായ വായനക്കാർക്ക് തോന്നണം എന്നതാണ്. അതിന് കാവ്യപരമായ വിശ്വാസം അല്ലെങ്കിൽ കാവ്യനിഷ്ഠ വിശ്വാസം, പോയറ്റിക് ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം കവിയിൽ അത് നമ്മൾ വിശ്വസിച്ചു പോകുന്നു എന്നുള്ളതാണ് അല്ലെ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന എന്താ പറയാ ഈ കാവ്യാസ്വാദനത്തിൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വായനക്കാരനെ അല്ലെങ്കിൽ പ്രേക്ഷകനെ അതിനകത്ത് വരുമ്പോൾ ഇതൊക്കെ ശരിക്കും നടക്കുന്നതാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ പോയറ്റിക് ഫെയ്ത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ദ റൈം ഓഫ് ദ ആൻഷ്യന്റ് മാരിനർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കവിതയ്ക്കകത്തും ഈ പറയുന്ന ഏതോ ആ പ്രാക്തന നാവികന്റെ ഗാനം എന്ന് പറയുന്നത് ആ കവിത വായിച്ചു പോകുമ്പോൾ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അത് കവിയോട് തന്നെ ഈ പറയുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞതാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ, അയാളുടെ ഈ പറയുന്ന പ്രേത കപ്പലിനെ കുറിച്ചുള്ള അയാളുടെ വിവരണം എന്ന് പറയുന്നത് അല്ലെ. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആൽബർട്ടോസ് ഈ പക്ഷിക്ക് ഒരു ഉണ്ടാവുന്നതോടുകൂടി കാര്യങ്ങളൊക്കെ കുഴമറിയുന്നൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് എന്ന് പറയുന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് ഓർഗാനിക് യൂണിറ്റിയാണ് എന്ന് പറയുന്നത്, ആസ് എൻ ഓർഗാനിക് ഹോൾ എന്ന് പറയുന്നത്. അതെല്ലാം വേറെ വേറെ കഷ്ണങ്ങളായിട്ടല്ല, കവിത എല്ലാം കൂടെ ചേർന്നൊരു ജൈവ രൂപമാണ് എന്ന് പറയുന്ന അല്ലെ ഒന്നാണ് എന്നുള്ളത്. അതിന് നമുക്ക് ഇലകളായിട്ടോ പൂക്കളായിട്ടോ അല്ലെങ്കിൽ തണ്ടായിട്ടോ നമുക്ക് വേർതിരിച്ച് അങ്ങനെ കാണേണ്ട കാര്യമില്ല അല്ല. അതൊരു അങ്ങനത്തെ ഒരു മെക്കാനിക്കൽ ഒരു സംഗതി അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. അപ്പൊ അത് ഈ പറയുന്ന പോലെ മെക്കാനിക്കൽ ഫോമും ഓർഗാനിക് ഫോം എന്ന് പറയുന്ന രണ്ടു തരം ഫോമുകളെ കുറിച്ച് അദ്ദേഹം അവിടെ പറയുന്നത് അല്ലെ. മെക്കാനിക്കൽ ഫോം എന്ന് പറയുന്നത് നമ്മളൊരു മൂശയിലേക്ക് ഒരു സാധനം ഉണ്ടാക്കി ഒരു സാധനത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയാണ് അല്ലെ. കുശവനെ ഉണ്ടാക്കുന്നത് പോലെ ലോഹത്തിന്റെ ഒരു മൂശയിലേക്ക് സാധനം ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെ. പക്ഷെ മറ്റൊരു ഓർഗാനിക് ഫോമാണ്, അതൊരു വിത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു ചെടി മുളച്ചു പോകുന്നത് അല്ലെ. അപ്പൊ ഒരേ പോലുള്ള വിത്തുകളിൽ നിന്ന് മുളയ്ക്കുന്ന ചെടികളൊക്കെയും വേറെ വേറെയായി മാറുന്നത്, പക്ഷെ മൂശയിൽ നിന്നുണ്ടാവുന്ന എല്ലാ രൂപങ്ങളും ഒരേപോലെയായിട്ട് മാറുന്നു. അത് തമ്മിലൊരു വ്യത്യാസം, ഓർഗാനിക് ഫോമും മെക്കാനിക്കൽ ഫോമും തമ്മിലൊരു വ്യത്യാസം. അങ്ങനെ കവിതയുടെ ഫോമിനെ കുറിച്ചും അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നു. ഇത് കൂടാതെ ഉള്ള മറ്റു രണ്ടുപേർ പി.ബി. ഷെല്ലിയും അതുപോലെ തന്നെ ജോൺ ഗീറ്റ്സുമാണ്. ഇടയ്ക്ക് പരീക്ഷയ്ക്ക് വളരെ അപൂർവമായിട്ട് അവരെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഷെല്ലിയുടെ പ്രത്യേകിച്ച് എ ഡിഫൻസ് ഓഫ് പോയട്രി എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ ഈ കവിതയ്ക്ക് പുറത്ത് രണ്ടുപേരും പെട്ടെന്ന് തന്നെ എന്താ പറയാ ഈ പറയുന്ന പോലെ ഒരുതരം രോഗാതുരമായ റൊമാൻറ്റിസ്റ്റിന്റെ ഒരു ഘട്ടത്തിലേക്ക് കവിതയെ കൊണ്ടുപോയ ആളാണെന്ന് അറിയാം. ഷെല്ലി കുറെ കൂടി ഒരു ഫിലോസഫർ ആയിരുന്നു, പീസ് നേരത്തെ പോയ ഒരാളാണ് അല്ലെ. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കല്പനമാണ് ഈ നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. നെഗറ്റീവ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്
ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന കവികൾക്ക് മാത്രമുള്ളൊരു വലിയ സംഗതിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ പറയുന്ന സംശയങ്ങൾക്കകത്ത് സ്വയം നരകിക്കുന്നതിന് പകരം തന്നെ വേറൊരു വിഷയത്തിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെ അതിലേക്ക് വിലയം പ്രാപിക്കാനുള്ള ഒരു കവിയുടെ ശേഷിയാണ് പക്ഷെ കവിത്വ ശക്തിയായിട്ട് മാറുന്നത് എന്ന് പറയുന്നത് വചനം. അതോടൊപ്പം തന്നെ സത്യമാണോ സൗന്ദര്യമാണോ എന്ന് പറയുന്നത് മറ്റേ ആ ഒരു എല്ലാ കാലത്തെയും തർക്കം. കവിത ആവിഷ്കരിക്കേണ്ടത് സത്യത്തെയാണോ സൗന്ദര്യത്തെയാണോ എന്നുള്ള ചോദ്യത്തെ അദ്ദേഹം നേരിട്ടത് സത്യമാണ് സൗന്ദര്യം എന്നും അല്ലെ ബ്യൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ഒരു ആശയത്തോട് അല്ലെ. അപ്പൊ ആ രീതിയിൽ എന്താ പറയാ ഈ രണ്ടുപേരും ഒരു കവിതയുടെ ഒരു ഓട്ടോണമിയെ സംബന്ധിച്ച് അതിന്റെ ഒരു സ്വയംഭരണ അവകാശത്തെ കുറിച്ചാണ് രണ്ടുപേരും പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കവികൾ സ്വയം നിയമം നിർമ്മിക്കുന്നവരാണ്, കവിയുടെ ലോകത്ത് സ്വയം നിയമം നിർമ്മിക്കുന്ന ആളുകളാണ് എന്നും അതുകൊണ്ട് തന്നെ കവിത സമൂഹത്തിന് ദോഷം ചെയ്യുന്നതല്ല, കവിത ഈ സമൂഹത്തെ ധാർമ്മികമായി ഉയർത്താൻ കഴിയും എന്ന് ഷെല്ലിയെ പോലുള്ളവർ പറയുന്നുണ്ട്. ഇത്തരം അവരുടെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളൊന്ന് സമയമില്ലാത്തതുകൊണ്ട് എന്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ട ഒരു നോട്ടിൽ നമുക്കത് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഈ പറയുന്ന കാൽപ്പനിക ഘട്ടത്തിൽ നിന്നാണ് ക്രമേണ ഈ പറയുന്ന 19ാം നൂറ്റാണ്ടിന്റെ ഒരു അവസാനത്തിലേക്ക് വരെ എത്തുന്ന ഈ പറയുന്ന വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ടാവുന്നത് നമുക്കറിയാവുന്ന പോലെ ബ്രിട്ടൻ ലോകത്തിന്റെ സൂര്യൻ അസ്തമിക്കാത്ത ഒരു നാടായി മാറുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നു അല്ലെ. അങ്ങനെയുള്ള ബ്രിട്ടന്റെ ഒരു വലിയ ഒരു ശക്തി ഉണ്ടാവും. എന്നാൽ ആന്തരികമായി സാംസ്കാരികമായും ആന്തരികമായും ദരിദ്രമായ ഒരു രാഷ്ട്രവുമായിട്ട് മാറുന്നു. ഈ ഒരു സംഘർഷം ഈ പറയുന്ന ഇംഗ്ലീഷ് ചിന്തയിലൊക്കെ വലിയ പ്രത്യേകിച്ച് യൂറോപ്യൻ ചിന്തയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് നമുക്കറിയാം. ആ ഒരു ഘട്ടമാണ് യഥാർത്ഥത്തിൽ പിന്നീട് ആധുനികതാവാദത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ സാമ്രാജ്യത്തിന്റെ വലിയൊരു വളർച്ച ഉണ്ടാവുന്നു, വ്യാവസായിക വളർച്ച ഉണ്ടാവുന്നു, അതോടൊപ്പം തന്നെ ശാസ്ത്രവും മതവും തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. ഈ പറയുന്ന പലതരം ഈ പറയുന്ന എന്താ പറയുക ഉപഭോഗപരതയുടെ വലിയ ഉത്സവങ്ങൾ ഉണ്ടാവുന്നു, അതിനകത്ത് ആത്മാവ് നഷ്ടപ്പെടുന്ന സംഗതി ഉണ്ടാവുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സംഗതി ഉണ്ടാവുമ്പോൾ അതോടൊപ്പം ധാർമ്മികതയുടേതായ ചില ചെറുത്തുനിൽപ്പുള്ള ശ്രമങ്ങൾ മാത്യു അർണോൾഡിനെ പോലുള്ളവരുടെ ശ്രമങ്ങൾ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ ഒരു ആധുനിക സിവിലിയൻ സമൂഹമായി മാറുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ നിയന്ത്രണങ്ങളെ സംബന്ധിച്ച ആശയങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ കവിത എന്ന് പറയുന്ന നാടകം എന്നൊക്കെ പറയുന്ന അതുവരെ ഉണ്ടായിരുന്ന ഫോമുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഫിക്ഷനിലേക്കുള്ള ഒരു വലിയ ടേൺ ഇവിടെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാല് ആ ടേണിന്റെ ഭാഗമായിട്ടാണ് റിയലിസം പോലുള്ള നാച്ചുറലിസം പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നു, സാമൂഹ്യ വിമർശനം ഉണ്ടാവുന്നു, വർഗ സങ്കല്പനങ്ങൾ വികസിച്ചു വരുന്നു അല്ലെ. അതോടൊപ്പം തന്നെ സൗന്ദര്യവാദം എന്ന് പറയുന്ന ഈസ്തറ്റിസം എന്ന് പറയുന്ന സാധനവും ഈ രണ്ട് കലയ്ക്ക് വേണ്ടി തുടങ്ങിയ വാദങ്ങളുണ്ട്. ഒരേ ഭാഗത്ത് കല സമൂഹത്തിന് വേണ്ടി ആകണമെന്ന് ഒരു വാദം ഉണ്ടാകുമ്പോൾ അതിന് പാരലായിട്ട് തന്നെ ഓസ്കാർ വൈൽഡിനെ പോലുള്ളവരൊക്കെ കല ഈ പറയുന്ന സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവും. ഈ ഒരു വലിയ അതുകൊണ്ടാണ് കോൺഫ്ലിക്റ്റുകളുടെ ഒരു കാലമാണ് ഈ വിക്ടോറിയൻ കാലം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റുകൾക്കകത്തൊക്കെയും വിമർശകൻ ഒരു ആചാര്യനായി തീരണം എന്നൊക്കെ പറയുന്ന ഒരു ആശയമൊക്കെ മാത്യു അർണോൾഡ് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അതായത് നിലനിൽക്കുന്ന പല സ്ഥാപനങ്ങൾക്കും വലിയ വിള്ളലുകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആശയം. അതുകൊണ്ട് കവിത അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആണ് അതിന് പകരം പ്രതിഷ്ഠിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന അർണോൾഡിന്റെ ആശയം അവിടെയാണ് വരുന്നത്. കാരണം വിശ്വാസത്തിന്റെ ഒരു പ്രതിസന്ധി, ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന ടെനിസന്റെയും അതുപോലെ തന്നെ മാത്യു അർണോൾഡിന്റെ ഒക്കെ കവിതകളിൽ ധാരാളമായിട്ട് കാണാൻ കഴിയും അല്ലെ. അപ്പൊ അതൊരു ഭാഗത്ത് വലിയ രീതിയിലുള്ള സമ്പത്തിന്റെ കുന്നുകൂടൽ ഉണ്ടാവുന്നുണ്ട്, വേറൊരു ഭാഗത്ത് ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു ക്ലാസ് ഡിഫറൻസ് വളരെ വലിയ രീതിയിൽ വരുമ്പോഴാണ് അതിനെ പ്രമേയവൽക്കരിച്ചുകൊണ്ടുള്ള കൃതികളൊക്കെ ദാരിദ്ര്യത്തെ ചാൾസ് ഡിക്കൻസിന്റെ ഒക്കെ കൃതികളൊക്കെ അവിടെ വരുന്നു എന്നുള്ളത്. അപ്പൊ സമൂഹം വളരെ ഇരുണ്ടു പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നു. ഈ ഘട്ടത്തിനകത്താണ് ഈ ജീവിതത്തിന്റെ ഒരു വലിയ ക്യാൻവാസിനകത്തേക്ക് ഈ പറയുന്ന സംഘർഷഭരിതമായ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന വലിയ നോവലുകൾ ഉണ്ടാവുന്നു. അപ്പൊ നോവൽ ദ ഗോൾഡൻ ഏജ് ഓഫ് നോവൽ എന്ന് നമ്മൾ പറയുന്ന നോവലിന്റെ സുവർണകാലം എന്ന് പറയുന്ന ഒരു കാലമാണ് ഈ വിക്ടോറിയൻ കാലം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കവിത എന്ന് പറയുന്നത് രണ്ടാമതായി മാറുന്ന ഒരു ഘട്ടം ഉണ്ടാവുന്നത്. കാരണം ഈ വലിയ ടൈമിനെയും സ്പേസിനെയും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന ഒരു ഫോം നോവലാണ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ. അതോടൊപ്പം തന്നെ റിയലിസം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത്തരം ഒരു പ്രസ്ഥാനത്തിനും പ്രധാനപ്പെട്ട ഒരു വളർച്ചയുണ്ടാവുന്നു എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, ഞാൻ എന്റെ വിശദാംശങ്ങളിൽ കൂടുതൽ പോകുന്നില്ല. ആ ഘട്ടത്തിനകത്തുള്ള പ്രധാനപ്പെട്ട സൈദ്ധാന്തികന്മാരെയും അല്ലെങ്കിൽ മൂവ്മെന്റുകളെയും കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം അല്ലെ. ഏറ്റവും പ്രധാനമായിട്ടും ഈ പറയുന്ന 3 സംഗതികളാണ് അന്ന് ഉണ്ടായിരുന്നത്. ഒന്ന് റിയലിസം, മറ്റൊന്ന് നാച്ചുറലിസം, പിന്നെ ആധുനികതയുടെ ഒരു പ്രാരംഭ സിദ്ധാന്തങ്ങൾ എന്ന അർത്ഥത്തിനകത്ത് ആധുനികതയിലേക്കുള്ള ഒരു എന്താ പറയാ
കാൽവെപ്പ് എന്ന അർത്ഥത്തിൽ കുറെ സിദ്ധാന്തങ്ങൾ ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് മാത്യു അർണോൾഡിനെ പോലുള്ള ആളുകളുടെയൊക്കെ സിദ്ധാന്തങ്ങൾ ആ സമയത്താണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു നമുക്ക് എന്താണ് റിയലിസം അങ്ങനെയുള്ള ചില പരിചയപ്പെടലുകളുടെ ആവശ്യമുണ്ട്. ഓക്കെ, അതിലേക്കൊന്ന് പോവാം. പ്രത്യേകിച്ച് ഫ്രാൻസിലും ജർമ്മനിയിലും അല്ലെ ഇംഗ്ലണ്ടിലുമായിട്ടാണ് ഈ റിയലിസം എന്ന് പറയുന്ന ഒരു സാധനം തുടങ്ങുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഈ പറയുന്ന മൊപ്പസാങ്ങിനെ പോലുള്ള ഫ്ലോബറിനെ പോലുള്ള എഴുത്തുകാരൊക്കെ അതിനകത്ത് പ്രധാനമായിട്ടും കടന്നു വരുന്നു അല്ലെ. അതുപോലെ സാഹിത്യം എന്ന് പറയുന്നത് ഒരുതരം ജീവിതത്തിന്റെ പ്രതിഫലനാത്മകമായ ചിത്രണമായിരിക്കണം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നു. വസ്തുനിഷ്ഠത, റസ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ ഫ്ലോബർ തൊട്ട് ടോൾസ്റ്റോയ് വരെയുള്ള ഒരു ടോൾസ്റ്റോയ് പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന കാലമാകുമ്പോഴേക്ക് ആത്മീയവാദത്തിലേക്ക് മടങ്ങുന്നുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ്. എമിലി സോളയെ പോലുള്ള ആളുകളൊക്കെ നാച്ചുറലിസം എന്ന് പറയുന്ന പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ കാലത്താണ് അല്ലെ. ഇതിന്റെ സമാന്തരമായിട്ട് തന്നെയാണ് ആർട്ട് ഫോർ ആർട്ട് സേക്ക് പോലുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ടാവുന്നത്. അതിൽ ഓരോ പ്രസ്ഥാനങ്ങളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. റിയലിസം എന്ന് പറയുന്ന പ്രസ്ഥാനം പറഞ്ഞതുപോലെ ഫ്രാൻസിലാണ് അതിന്റെ ഒരു രൂപീകരണം എന്ന് പറയുന്നത്. അതൊരു തരം റൊമാൻറ്റിസത്തിന്റെ അതിവൈകാരികതയ്ക്കെതിരായി നടന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു റിയലിസം എന്ന് പറയുന്നത് അല്ലെ. അത് മിക്കവാറും ഫിക്ഷനകത്താണ് അത് പ്രധാനമായിട്ടും സംഭവിച്ചത്. അതുപോലെ തന്നെ ജീവിതത്തെ ഒരു ഫോട്ടോഗ്രാഫിക് റിയലിസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ വ്യത്യസ്തമായ ധാരകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് സോഷ്യലിസ്റ്റ് റിയലിസം പോലുള്ള ഗട്ടർ റിയലിസം പോലുള്ള പല മൂവ്മെന്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ റിയലിസം തന്നെ ഒരു വസ്തുവിന്റെ ഒരു ത്രിമാന അനുഭവത്തെ എങ്ങനെയാണ് ദ്വിമാനത്തിലേക്ക് മാറ്റുക തുടങ്ങിയ പലതരം സങ്കല്പനപരമായ പ്രശ്നങ്ങൾ റിയലിസത്തിനകത്ത് തന്നെ യഥാർത്ഥത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫിക് റിയലിസം ജീവിതത്തെ അതേപോലെ അതിനെ ആദർശാത്മകമാക്കരുത്, അതിനെ വക്രീകരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ റിയലിസത്തിന്റെ ഒരു പ്രധാന പ്രശ്നം. സത്യസന്ധമായൊരു ആവിഷ്കാരമാണ്. അവിടെ ഒരു ഒബ്സർവർ ആയിട്ടാണ്, ഒരു നിരീക്ഷകനാണ്. താൻ കണ്ട കാര്യങ്ങളെ എങ്ങനെയാണ് ഒരു ക്യാമറ പകർത്തുന്നത് അതുപോലെ പകർത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ റിയലിസം പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ പ്രതിസന്ധികൾ ആധുനികതയിലേക്ക് എത്തും. ഫോട്ടോഗ്രാഫിയുടെയും മറ്റൊക്കെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് നമ്മൾ പറയുന്ന ഒരു ഘട്ടം ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിനകത്ത് ഈ നിഷ്പക്ഷനായ ഒരു നിരീക്ഷകനായിട്ട് ഇയാൾ മാറുക എന്ന് പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ ഭൗതിക ജീവിതം മാത്രമല്ല, ഈ പറയുന്ന മനുഷ്യരുടെ മാനസിക ജീവിതം കൂടെ റിയലിസത്തിന്റെ മോപ്പസാങ്ങിന്റെ ഒക്കെ ഒരു രീതികൾ നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാനസിക ജീവിതം കൂടെ അതുപോലെ വസ്തുനിഷ്ഠമായി, അല്ലാതെ കേവലം ഭൗതിക സത്തയെ അതുപോലെ ആവിഷ്കരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അവര് റിയലിസം എന്ന് പറയുന്ന സാധനം. അതോടൊപ്പം തന്നെ മധ്യവർഗം, അന്ന് പുതുതായിട്ട് വികസിച്ചു വന്നിരുന്ന അല്ലെ മധ്യവർഗം എന്ന ഒരു അബ്സേർജിങ് ആയിട്ടുള്ള ആ മധ്യവർഗത്തെ കേന്ദ്രീകരിച്ച കഥകൾ ഉണ്ടാവും അല്ലെ. അന്നാ കരീനിനെ പോലുള്ള നോവലുകളിലൊക്കെ ഈ പറയുന്നത് പോലെ മനഃശാസ്ത്രപരമായ ഒരു റിയലിസത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടാണ് നമ്മൾ അല്ലെ. ഇപ്പൊ ഈ അന്ന എന്ന് പറയുന്ന ഒരു പ്രഭുയുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തം, അവരുടെ പ്രണയം അല്ലെങ്കിൽ സദാചാര സംഗതികൾ അല്ലെ, വിശ്വാസം, അങ്ങനെ കുറെ പ്രശ്നങ്ങളെയാണ് അവിടെ ടോൾസ്റ്റോയ് പ്രശ്നവൽക്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലെ. അതുപോലെ വാർ ആൻഡ് പീസിലായാൽ തന്നെയും അല്ലെ, ഈ പറഞ്ഞ ഈ നെപ്പോളിയന്റെ റഷ്യൻ ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ 5 പ്രഭു കുടുംബങ്ങളിലെ ഈ റഷ്യൻ സമൂഹത്തിന് കുടുംബങ്ങളിലൂടെ റഷ്യൻ സമൂഹത്തിന് ഈ പറയുന്ന നീണ്ട കാലഘട്ടത്തിലൂടെ ഉണ്ടായ ചരിത്രവും ഫിക്ഷനും ഇടകലരുക തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ സമൂഹമാണ് അവിടെ വളരെ പ്രധാനമുണ്ട്. സമൂഹത്തിന്റെ ചില ആർക്കിടൈപ്പുകൾ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ചില ടൈപ്പുകൾ, ടൈപ്പ് കാസ്റ്റിംഗ് പോലുള്ള ചില കാര്യങ്ങൾ അവിടെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രതിനിധികളായിട്ട് പലപ്പോഴും കഥാപാത്രങ്ങൾ വരുന്ന ഒരു സംഗതി കൂടി റിയലിസത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് ഒരു ഘട്ടം കൂടെ കഴിയുമ്പോഴേക്കും അത് ഈ പറയുന്നത് പോലെ ജീവിതത്തിന്റെ ധാർമ്മികതയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് റിയലിസം ഒക്കെ ആകുമ്പോഴേക്കും ഈ കാര്യങ്ങളെ യഥാർത്ഥത്തിൽ ആവിഷ്കരിക്കുക മാത്രമല്ല സാമൂഹ്യ മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ഒന്നായിരിക്കണം അല്ലെങ്കിൽ സോഷ്യലിസത്തിലേക്കുള്ള ഒരു മനുഷ്യ ചരിത്രത്തിന്റെ വികാസത്തെ പ്രേരിപ്പിക്കുന്നതായിരിക്കണം സാഹിത്യം തുടങ്ങിയ ചില കാര്യങ്ങൾ ഉണ്ടാവുന്നു. വർഗ പ്രതിനിധാനങ്ങളാണ് കഥാപാത്രങ്ങൾ എന്നും അതുകൊണ്ട് തന്നെ വർഗ രാഷ്ട്രീയമാണ് അതിനകത്ത് അവതരിപ്പിക്കേണ്ടതെന്നും അല്ലെ. അപ്പൊ അത്തരം ചില കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് അവിടെ പ്രധാനമാവുന്നു അല്ലെ. ഫോട്ടോഗ്രാഫിക് റിയലിസം പോലുള്ള പല എന്താ പറയുക തലങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അടുത്തത്
നാച്ചുറലിസം എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വികസിച്ചു വന്ന റിയലിസത്തിന്റെ തന്നെ കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫോമാണ് നാച്ചുറലിസം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. അവിടെ വരുമ്പോഴേക്കും ഒരുതരം സയന്റിഫിക് ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ, ഒരുതരം നിർണയവാദം വളരെ പ്രധാനമായിട്ട് മാറുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ സമീപിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യാവുന്നു. വസ്തു അവിടെയുണ്ട്, വളരെ വളരെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടൊരു വസ്തുത്വം അവിടെ ഉണ്ട്. ഈ വസ്തുത്വത്തെ നമുക്ക് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വെളിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ആയ ഒരു വസ്തുത്വത്തെ കുറിച്ചാണ് അവർ പറയുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ മധ്യവർഗത്തിൽ നിന്ന് ഈ ഗട്ടർ റിയലിസം അതുപോലെ ഏറ്റവും കീഴാള വർഗത്തിലേക്ക് അവരുടെ ഏറ്റവും എന്താ പറയാ ദരിദ്രപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിലക്ഷണം എന്ന് അല്ലെ നേരത്തെ പറഞ്ഞിരുന്ന ആ ജീവിതത്തെ അതേപോലെ ചിത്രീകരിക്കണം, അൺഎഡിറ്റഡ് ആയിട്ട് ചിത്രീകരിക്കുകയാണ് പരുക്കൻ യാഥാർത്ഥ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പെസിമിസം എന്ന് പറയുന്നത് അല്ലെ, ഈ പറയുന്ന പെസിമിസ്റ്റ് വീക്ഷണമാണ് എമിലി സോളയുടെ ഒക്കെ പ്രധാനപ്പെട്ട സാധനം. എല്ലാം ഒരു അശുഭകരമായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത് അല്ലെ. അപ്പൊ നാച്ചുറലിസത്തിന്റെ പിതാവ് എന്നാണ് നമ്മൾ എമിലി സോളയെ അറിയുന്നത് അല്ലെ. കൂടാതെ തോമസ് ഹാഡിയെ പോലുള്ള നോവലിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയായിട്ടാണ്, മനുഷ്യനൊരു ജീവിയാണ്. അവന് കുറെ ഈ പറയുന്ന എന്താ പറയാ നൈസർഗികമായിട്ടുള്ള ചില എന്താ പറയാ പ്രചോദനങ്ങൾ, സഹജ വാസനകളുണ്ട്. അത് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്ന ഒരു സംഗതിയിൽ അപ്പൊ അവന്റെ ഈ ഒരു നൈസർഗിക വാസനകളുടെ ഒരു ആവിഷ്കാരമായിട്ട് മാറുന്നു അല്ലെ. നേരത്തെ നിരീക്ഷകനായിട്ടാണ് ആസ് എൻ ഒബ്സർവർ ആണ് നോവലിസ്റ്റ് എങ്കിൽ ഇവിടെ അയാൾ ഒരു എക്സ്പെരിമെന്റർ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. നിസ്സംഗനായ പരീക്ഷകനായിട്ട് ഒരു ശാസ്ത്രജ്ഞനായിട്ട് ഈ പറയുന്ന സയന്റിഫിക് ആയിട്ടുള്ള എന്താ പറയാ ഈ പറയുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ യുക്തികൾ വെച്ചുകൊണ്ട് ഈ ജീവിതത്തെ വ്യാഖ്യാനിക്കുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരാളായിട്ട് നോവലിസ്റ്റ് മാറുന്നു എന്നുള്ളതാണ് ഈ റിയലിസവും നാച്ചുറലിസവും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അല്ലെ. ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ള മറ്റു ചില പ്രധാനപ്പെട്ട സാഹിത്യ ചിന്തകന്മാർ തോമസ് കാർലൈൽ ഉണ്ട്, അതുപോലെ തന്നെ ജോൺ റസ്കിൻ ഉണ്ട് അല്ലെ. ഇവരൊക്കെയും ഈ പറഞ്ഞ പോലെ എഴുത്തുകാരനെ ഒരു ഹീറോ ആയിട്ട് അല്ലെങ്കിൽ സമൂഹത്തെ ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും ഇവർ ഈ പറഞ്ഞ പോലെ സത്യത്തെ ആവിഷ്കരിക്കുക, ജീവിത യാഥാർത്ഥ്യത്തെ ആവിഷ്കരിക്കുക, ധാർമ്മികമായ ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറുക തുടങ്ങിയ കുറെ വെർച്യൂസ് തന്നെയാണ്. അതാണ് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. ചില വെർച്യൂസിലാണ്, അതുപോലെ ചില മാനേഴ്സിലേക്കാണ് അവർ ഏറ്റവും നാഗരികതയുടെ ഏറ്റവും ഉച്ഛൃംഖലമായ രൂപം എന്ന രീതിയിലാണ് വിക്ടോറിയൻ കാലഘട്ടത്തെ പൊതുവെ അവർ തന്നെ കൺസീവ് ചെയ്തിരുന്നത് നമുക്കറിയാം. അപ്പൊ അതിന്റെ കുറെ ആശയങ്ങൾ പലപ്പോഴും അവിടെ ഇവരുടെ ഈ ധാർമ്മികതയെ സംബന്ധിച്ച ആശയങ്ങൾ പൊതുവെ ടോൾസ്റ്റോയിലും കാണാം, മാത്യു അർണോൾഡൊക്കെ കാണാം അല്ലെ. ജോൺ റസ്കിൻ അതുപോലെ തന്നെ ഈ ധാർമ്മികത എന്ന് പറയുന്ന ഈ ധാർമ്മികത, കലയിലെ ധാർമ്മികതയും സമൂഹത്തിന്റെ ധാർമ്മികതയും പാരലലാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന്റെ ധാർമ്മികമായ നന്മ തന്നെയാണ് കലയിലെ നന്മയുമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ മഹത്തായ ഒരു സമൂഹത്തിനെ മഹത്തായ സാഹിത്യം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തിരിച്ചു അല്ലെ. ആ രീതിയിലാണ് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സാഹിത്യ ആശയം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സാഹിത്യം എപ്പോഴും സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. അതുകൊണ്ട് ആ സാഹിത്യ വിമർശനത്തിന്റെ ലക്ഷ്യം ഈ അവസ്ഥയെ മറികടക്കുക എന്ന് പറയുന്ന ഒന്നാണ് അല്ലെ. സമൂഹം വലിയൊരു ഡീജനറേഷനിലേക്ക് പോവുകയാണ്. വ്യവസായവൽക്കരണത്തിലൂടെ ധാർമ്മികമായിട്ട് പൊള്ളയായി പോകുന്ന ഒരു സമൂഹത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുഴുവൻ വിലക്ഷണതയും നമ്മുടെ പുതിയ ലിറ്ററേച്ചർ സമകാലിക സാഹിത്യത്തിൽ കാണുന്നുണ്ട് എന്ന് സമകാലിക സാഹിത്യത്തെ വിമർശാത്മകമായി പരിശോധിച്ച ഒരാൾ കൂടിയാണ് ജോൺ റസ്കിൻ അല്ലെ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മാത്യു അർണോൾഡ് ആണ് അന്നത്തെ ഏറ്റവും വലിയ ഉന്നത ശീർഷനായ ചിന്തകൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരാൾക്ക്. മാത്യു അർണോൾഡിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ അല്ലെ, ടച്ച് സ്റ്റോൺ മെത്തേഡ് ആയാലും അല്ലെങ്കിൽ സ്കോളർ മെത്തേഡ് ആയാലും അല്ലെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ വിമർശകൻ ഒരു ആചാര്യനാണ് എന്നൊക്കെ പറയുന്ന ആശയമൊക്കെ കൊണ്ടുവന്നയാളാണ് മാത്യു അർണോൾഡ്. അപ്പൊ അർണോൾഡിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളിലേക്ക് വരാം അല്ലെ. അപ്പൊ ഈ കാലഘട്ടത്തിലെ ഒരു വലിയ കവിയായിരുന്നു അദ്ദേഹം, വലിയൊരു മാസ്റ്റർ ആയിട്ടാണ് പലപ്പോഴും ചില ആളുകൾ പറയുന്നത്. എന്നാൽ ഒട്ടും ഒറിജിനൽ തിങ്കർ ആയിട്ട് പറയാത്ത ആളുകളും ഉണ്ട്. അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ സ്വതന്ത്ര ചിന്തയൊക്കെ ഏതെങ്കിലും തരത്തിൽ എന്താ പറയാ ഈ റെസ്ട്രിക്ട് ചെയ്ത ഒരാൾ എന്ന അർത്ഥത്തിലും ഇദ്ദേഹത്തെ കുറിച്ച് പൊതുവെ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ചില പ്രധാന ആശയങ്ങളിലേക്ക് പോവാം. കാൽപ്പനികതയുടെ ഒരുതരം കുത്തൊഴുക്കിനെ, വൈകാരിക തീവ്രതയെ തടഞ്ഞു നിർത്തി, നമ്മൾ ഈ ബലഭദ്രന്റെ ഒരു സംഗതിയെ കുറിച്ച് പറയുന്നത് പോലെ, പുലപ്പിള്ളയുടെ കവിതയിൽ പറയുന്നത് പോലെ അതിന്റെ ഒരു കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്തുക എന്നതിന്റെ എന്നിട്ട് അതിന്റെ ധാർമ്മികമായ ഒരു എന്താ പറയാ ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. അപ്പൊ വിക്ടോറിയൻ ധാർമ്മികതയും കാൽപ്പനികതയുടെ ഒരു വൈകാരിക തീവ്രതയ്ക്കും ഇടയിൽ നിന്നുകൊണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു ദിശാബോധം നൽകിയ ഒരാളാണ് അല്ലെ. അങ്ങനെയുള്ള ഒരു ഈ സാഹിത്യ വിമർശകന്മാർക്കിടയിൽ ആദ്യത്തെ ഒരു കൾച്ചറൽ ക്രിട്ടിക് എന്ന് പറയുന്നത്
ഒരു സാംസ്കാരിക വിമർശകൻ അല്ലെ ആയിട്ടാണ് അദ്ദേഹത്തെ പൊതുവെ കാണുന്നത്. അദ്ദേഹം സാഹിത്യത്തെ ഊന്നിതുകൊണ്ട് ആ സംസ്കാരത്തെ, ഞാൻ നേരത്തെ അത് സൂചിപ്പിക്കുകയുണ്ടായി, സാഹിത്യകാരന്മാർ എങ്ങനെയാണ് സാംസ്കാരിക വിമർശകന്മാർ, പ്രത്യേകിച്ച് സാഹിത്യ വിമർശകന്മാർ സാംസ്കാരിക നായകന്മാരായിട്ട് കേരളത്തിൽ മാറുന്ന ഒരു സാഹചര്യം പറയണ്ടായി. അവിടെയും അങ്ങനെ തന്നെ അദ്ദേഹം ഒരു സാംസ്കാരിക നായകനായി മാറുകയാണ് ചെയ്തതെന്നുള്ളത് അല്ലെ. അവിടെ അദ്ദേഹം ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവത്തോടുകൂടെ മതം എന്ന് പറയുന്ന നൂറ്റാണ്ടുകളായി സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസത്തിന്റെ വലിയ സ്ഥാപനം വേരറ്റിരിക്കുന്നു വരിക. ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ, ഒരുപാട് ശാസ്ത്രീയ മുന്നേറ്റങ്ങളുണ്ട്, മറുഭാഗത്ത് ഈ വിശ്വാസത്തിന്റെ ഒരു സംഗതിയുണ്ട്. ഈ രണ്ടിനോടും അദ്ദേഹം കലഹിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലെ. യഥാർത്ഥ സമൂഹത്തിന് നേതൃപദവി അല്ലെങ്കിൽ ഈ പറഞ്ഞ പള്ളികൾക്ക് നഷ്ടപ്പെട്ടു പോയ അതിന്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ, ശാസ്ത്രത്തിന് നഷ്ടപ്പെട്ടു പോയ അതിന്റെ മാനവികത, ഇത് രണ്ടും സാഹിത്യത്തിനകത്താണ് കൊണ്ടുവരാൻ കഴിയുക എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സാഹിത്യ വിമർശനത്തിന്റെ ധർമ്മത്തെ സംബന്ധിച്ചും മറ്റുമൊക്കെ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് അല്ലെ. എന്താണ് സാഹിത്യ വിമർശനത്തിന്റെ ലക്ഷ്യം, എന്താണ് ദ ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം അറ്റ് ദ പ്രസന്റ് ടൈം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിലെ വിമർശനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിളിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡിസിൻട്രസ്റ്റഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന അല്ലെ. ഒരു വിമർശകൻ ഉണ്ടായിരിക്കേണ്ടത് ഈ പറഞ്ഞ നിഷ്പക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസിൻട്രസ്റ്റഡ്, നിഷ്പക്ഷം എന്നുള്ള അർത്ഥത്തിലല്ല, അതിനകത്ത് ഒരു എന്താ പറയാ സവിശേഷമായ എന്തെങ്കിലും താല്പര്യങ്ങളില്ലാതെ നിസ്വാർത്ഥമായിട്ട് ഈ വസ്തുക്കളെ കാണാനും അറിവിനെ പ്രചരിപ്പിക്കാനുമുള്ള ഒരു എന്താ പറയാ ഇതാണ്, അഥവാ മതത്തിന് പകരം നിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ് അദ്ദേഹം വിമർശനത്തെ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. തന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ എഴുത്തുകാരനെ പോലെ ഏതൊരു വെളിപാട് കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ വൈകാരിക ആവേശത്തോടു കൂടി ചെയ്യേണ്ട സംഗതിയല്ല, നിസ്സംഗതയാണ് പ്രധാനം. ഇൻട്രസ്റ്റഡ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയല്ല. വിമർശനം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണമായിട്ട് അദ്ദേഹം പറഞ്ഞത് നിസ്സംഗത എന്ന് പറയുന്നത്, അയാൾ വ്യക്തിപരമായോ രാഷ്ട്രീയപരമായിട്ടോ പ്രായോഗികമായ അത്ര താല്പര്യങ്ങളില്ലാതെ മുൻവിധികളില്ലാതെ ഈ വിമർശനത്തെ കാണുക എന്ന് പറയുന്ന ഒരു ആശയമാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹം കവിത എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു വിമർശനമാണ് അല്ലെ. ക്രിട്ടിക്കിംഗ് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. ക്രിട്ടിക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന രീതിയിൽ ജീവിതത്തിന്റെ വിമർശ സ്ഥാനത്താണ് കവിത നിലകൊള്ളുന്നതെന്നും അതുകൊണ്ട് കവിത ജീവിതത്തെ തിരുത്തുന്ന ഒന്നാണ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ അതുകൊണ്ട് തന്നെ മതത്തിന്റെ സ്വാധീനം കുറയുന്ന ഒരു കാലത്ത് കവിത അതിന്റെ ജോലി ചെയ്യും എന്ന് പറയുന്ന സംഗതി. അപ്പൊ മനുഷ്യന്റെ ഒരു ആശ്വാസമായിട്ട് അല്ലെ, വിശ്വാസത്തിന്റെ പുതിയ ചുവന്ന പാറയായിട്ട് കവിത മാറുന്നു എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് അതൊരു സീരിയസ് ആയിട്ടുള്ള, അതൊരു ഗൗരവപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് എന്ന് വിചാരിച്ചു കവിതയെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് മാത്യു ആർണോൾഡ്. അപ്പൊ വിമർശനം എന്ന് പറയുന്നത് ഒരു രണ്ടാംകിട സാഹിത്യ പ്രവർത്തനമല്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്, കവിതയുടെ ഒരു അനുബന്ധ പ്രവർത്തനമല്ല വിമർശനം എന്ന് പറയുന്നത്, മറിച്ച് കവിതയെ മികച്ച സാഹിത്യ സൃഷ്ടികളെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രൈമറി ആയിട്ടുള്ള പ്രാഥമികമായ ഒരു ധർമ്മമാണ് ചെയ്യുന്നത് എന്നല്ലേ. അതായത് ഈ ആശയങ്ങളുടെ ഒരു പ്രവാഹം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നത്, എ കറണ്ട് ഓഫ് ഫ്രഷ് ആൻഡ് ട്രൂ ഐഡിയാസ് എന്ന് പറയുന്നത്, വളരെ ഫ്രഷും ട്രൂ ആയിട്ടുള്ള ഐഡിയയുടെ ആശയങ്ങളുടെ ഒരു പ്രവാഹം ഉണ്ടാക്കിയെടുക്കാനാണ് വിമർശകൻ ശ്രമിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ സർഗാത്മകമായ ഒരു യുഗത്തിന് തുടക്കം കുറിക്കുകയോ നേതൃത്വം കൊടുക്കുകയോ ചെയ്യുന്ന ഒരാളാണ് എന്താ പറയാ ഈ വിമർശകൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. കവിയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതത്തിന്റെ വിമർശനമാണ് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ സ്റ്റഡി ഓഫ് പോയട്രി എന്നതിനകത്താണ് കവിതയെ കുറിച്ച് അദ്ദേഹം പറയാം. ജീവിത വിമർശനമാണ് കവിത എന്ന് പറയുന്ന ഒരു കാര്യം, ജീവിതത്തെ വ്യാഖ്യാനിക്കുകയാണ് കവി ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാവുന്നത്. പിന്നെ അദ്ദേഹം മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ രണ്ട് മെത്തേഡാണ്, ടച്ച് ഓൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു കൃതിയുടെ മൂല്യം അളക്കാൻ വേണ്ടി നമ്മൾ ക്ലാസിക്കുകൾ എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഉദാത്തമായ കൃതികളുമായിട്ട് അതിന്റെ നമ്മൾ എങ്ങനെയാണോ മാറ്റി നോക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണവും വേറെ കഷ്ണവും നമ്മൾ വരച്ചു നോക്കുന്നതിന് അംശങ്ങളിൽ ആംശികമായി ഒത്തുനോക്കിക്കൊണ്ട് പൊരുത്തം നോക്കിക്കൊണ്ട് മാറ്റി തെളിയിക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിനകത്ത് മാറ്റി തെളിയിക്കാനുള്ള ഒരു വലിയ സംഗതിയായിട്ടാണ് പ്രൂവൺ ആയിട്ടുള്ള ക്ലാസിക്കൽ ലിറ്ററേച്ചർ അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ സ്കോളർ പണ്ഡിത പരിദോഷവാദം അല്ലെ, പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ സാഹിത്യ വിമർശകന്മാർക്കോ വിശാരദന്മാർക്കോ സന്തോഷം തോന്നുന്ന, സംതൃപ്തി തോന്നുന്ന രചനകളായിരിക്കും ഏറ്റവും മികച്ച രചനകൾ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തവും അദ്ദേഹം പറയുന്നത് അല്ലെ. അപ്പൊ ആ അർത്ഥത്തില് അദ്ദേഹം ഒരു സാംസ്കാരിക വിമർശകനായിട്ട് അല്ലെങ്കിൽ സാഹിത്യത്തെ ഒരു സ്ഥാപനമാക്കി മാറ്റുക എന്ന് പറഞ്ഞ, സാഹിത്യ വ്യവഹാരത്തെ ഒരു സ്ഥാപനമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയ ചെയ്തയാളാണ് മാത്യു ആർണോൾഡ്. മാത്യു ആർണോൾഡിൽ നിന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ആ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്.
ഇതിന്റെ ഒരു എതിരായിട്ടൊരു മൂവ്മെന്റ് എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ആർട്ട് ഫോർ ആർട്ട് സേക്ക് പോലുള്ള മൂവ്മെന്റുകളൊക്കെ ഉണ്ടാവുന്നത്. കലയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു വാദം ഉണ്ടാവുന്നു അല്ലെ. ആ വാദത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് വാൾട്ടർ പേറ്റർ അല്ല. ഓസ്കാർ വൈൽഡിനെയൊക്കെ പോലെ ഗാന്ധിജിയൊക്കെ ഈ ഓസ്കാർ വൈൽഡിന്റെ പല ആശയങ്ങളെയും അദ്ദേഹം മികച്ച കവിയാണെങ്കിലും അദ്ദേഹത്തിന്റെ കവിതയെ സംബന്ധിച്ച നിലപാടുകളൊക്കെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം നിൽക്കാം അല്ലെ. അപ്പൊ കല ജീവിതമാണോ അല്ലെങ്കിൽ കലയ്ക്ക് വേണ്ടിയാണോ ജീവിതത്തിന് വേണ്ടിയാണോ എന്ന് പറയുന്ന സാധനം. ആർട്ട് ഫോർ ആർട്ട് സേക്കിന്റെ വക്താക്കൾ അല്ലെങ്കിൽ ശുദ്ധ കലാവാദികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയാവുന്ന ആളുകളൊക്കെ ഈ പറയുന്നത് പോലെ എന്താ പറയാ ഈ ധാർമ്മികതയല്ല കവിതയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് വാൾട്ടർ പേറ്റർ എന്ന് പറയുന്നത്. ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്ന മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് അല്ലെ. അതൊരു സൗന്ദര്യവാദത്തിന്റെ പിൽക്കാലത്ത് വികസിച്ചു വന്നൊരു സൗന്ദര്യവാദ പ്രസ്ഥാനത്തിന്റെ ഒരു തുടക്കം കുറിക്കാൻ അദ്ദേഹം ഈ ഒരു മൂവ്മെന്റിലൂടെ ചെയ്തത് എന്ന് കാണാൻ. ഈ ഒരു സൗന്ദര്യവാദം വേറൊരു തലത്തിൽ നമുക്ക് ആധുനികതാവാദ കാലഘട്ടങ്ങളിലൊക്കെ വരെ നമുക്ക് സജീവമായിട്ട് കാണാൻ കഴിയും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കലയ്ക്ക് സാമൂഹികമായ ഉന്നങ്ങളൊന്നുമില്ല, ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് വാദിച്ചയാളാണ് വാൾട്ടർ പേറ്റർ അല്ലെ. കലയ്ക്ക് അങ്ങനത്തെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, അതിന്റെ ഒരേ ഒരു ലക്ഷ്യം കല തന്നെയാണ്. അത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം. കലയ്ക്ക് പുറത്തതിന് ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പൊ ആ അർത്ഥത്തിൽ അതിന്റെ ഒരു ഓട്ടോണമിയെ കുറിച്ച് പിന്നീട് ന്യൂക്രിറ്റിസം ഒക്കെ വരുന്ന കാലഘട്ടത്തിൽ പറയുന്ന ഒരു സംഗതി കൂടെ അവർ പറയുന്നത് സൗന്ദര്യം സൃഷ്ടിക്കുക, ആ സൗന്ദര്യത്തെ തീവ്രമായി അനുഭവിപ്പിക്കുക, വായനക്കാരൻ അത് അനുഭവിക്കുക. ഈ ഒരു പ്രോസസ്സാണ് കല എന്ന് പറയുന്നത് അല്ലെ. അതൊരു സൗന്ദര്യ എന്താ പറയാ ഒരു സുന്ദര രൂപമാണ്, സൗന്ദര്യവാദമാണ് ഇതിന്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ. അത് അതൊരിക്കലും തത്വചിന്തയായിട്ടോ സദാചാരവുമായിട്ടോ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു സംഗതിയല്ല അല്ലെ. അപ്പൊ ഏറ്റവും തീവ്രമായ അനുഭവങ്ങളെ ഈ പറയുന്ന എന്താ പറയാ ക്ഷണിക ജീവിതത്തിനകത്തുള്ള ഏറ്റവും തീവ്രമായിട്ടുള്ള അംശങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അതിനെ ഭാവന കൂടെ ചേർത്തുകൊണ്ട് അത് അനുഭവിപ്പിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അനുഭവം നൽകുന്ന ഒരു ഉപാധിയായിട്ടാണ് അവർ കലയെ കണ്ടത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്ത് ധാർമ്മികമായ മെച്ചമുണ്ട്, അതിനകത്ത് മഹത്തരമായത് എന്താണ്, അതിനകത്ത് സത്യം എന്താണ് എന്ന് അന്വേഷിക്കലല്ല വിമർശകന്റെ ധർമ്മം. മറിച്ച് അതിനകത്ത് ഈ അനുഭൂതിയുണ്ടോ, അതിനെ അനുഭവിപ്പിക്കാൻ ആ കലാകാരന് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെ, എന്ത് ഭാവമാണ് ഒരു കവിത ഉണർത്തുന്നത് തുടങ്ങിയ ഒരു വിശദീകരണാത്മകമായ അന്വേഷണമാണ് വിമർശനം എന്ന് പറഞ്ഞയാളാണ് വാൾട്ടർ പേറ്റർ. മറ്റ് ആർട്ട് ഫോർ ആർട്ട് സേക്കുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളെ നമുക്ക് നോട്ടിനകത്ത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചൊന്നും പേരിലൂടെ ഒക്കെ പോകേണ്ടതുണ്ട്. എന്നാലും മുഴുവൻ തീരെയല്ല. ഓക്കെ, ടോൾസ്റ്റോയിലേക്ക് വരാം. പാരലായിട്ട് ഇതേപോലെ തന്നെ ഈ കാലഘട്ടത്തിനകത്ത് ഈ പറഞ്ഞ റഷ്യൻ പശ്ചാത്തലത്തിൽ എഴുതിയിരുന്ന ഒരു ഗ്രേറ്റ് റൈറ്റർ എന്ന് നമുക്കറിയാവുന്ന ടോൾസ്റ്റോയിയാണ്. ടോൾസ്റ്റോയുടെ കലാചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ക്ഷീണിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സായന്തനത്തിനകത്ത് സ്വന്തം കൃതികളെയും ലോകത്തിലെ തന്നെ മഹത്തായ കൃതികളെയൊക്കെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കലാചിന്തകളൊക്കെ ഉണ്ടാവുന്നത്. വാട്ട് ഈസ് ആർട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പുസ്തകമൊക്കെ യഥാർത്ഥത്തിൽ സ്വന്തം കൃതികളൊക്കെ അദ്ദേഹം മോശം കൃതികൾ എന്ന് പറയുന്ന ഈ പറയുന്ന അതിനുവേണ്ടി അദ്ദേഹം തയ്യാറാക്കി എടുത്തിട്ടുള്ള പ്രത്യേകിച്ച് കുറെ കൂടെ ഈ പറയുന്ന മതാത്മകമായ ചിന്തയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ വന്നിട്ടുള്ള ചിന്തകളാണ് ടോൾസ്റ്റോയുടെ. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു മൗലികതയൊന്നും കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ ചിന്തയിലില്ല. പല അദ്ദേഹത്തിന്റെ ആശയങ്ങളും വളരെ പ്രതിലോമകരം കൂടിയാണ് എന്ന് നമുക്കറിയാം അല്ലെ. ഉന്നത കലയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പമൊക്കെ ആ രീതിയിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഈ സർഗാത്മകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന കാലത്ത് അദ്ദേഹം അതിഗംഭീരനായ ഒരു റിയലിസ്റ്റ് ആയിരുന്നു എന്നൊക്കെ ഞാൻ പറയണ്ടായി അല്ലെ. അപ്പൊ അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സാഹിത്യ സിദ്ധാന്തങ്ങളിലേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു ഈ പറയുന്ന യുദ്ധവും മറ്റതിനൊക്കെ ശേഷം ഈ പറയുന്ന എന്താ പറയാ അദ്ദേഹം ഒരു ഇത്തരം ആത്മീയ തലത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു 50 വയസ്സ് കഴിയുന്നതോടും അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ ജീവിതം അല്ലെ കുട്ടികൃഷ്ണമാരാടൊക്കെ അവസാന കാല ജീവിതം പോലെയൊക്കെ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു തലത്തിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അദ്ദേഹം ഈ ക്രിസ്തു മതത്തിന്റെ ഈ എന്താ പറയാ സർമൺ ഓൺ ദ മൗണ്ട് അല്ലെ, ഈ പറഞ്ഞ ഗിരിപ്രഭാഷണം അല്ലെ, അതിനെ ആസ്പദമാക്കി അദ്ദേഹം സവിശേഷമായൊരു ജീവിത ശൈലിയൊക്കെ രൂപപ്പെടുത്തുകയും അതിനകത്ത് ജീവിക്കുകയും അല്ലെ ഏറ്റവും ലളിതമായും അല്ലെ അങ്ങനെയൊക്കെ സ്നേഹം, ലാളിത്യം, നന്മ, ദൈവികത അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള മൂല്യങ്ങൾ, അഹിംസ അല്ലെ, അങ്ങനെയൊക്കെയാണ് ഗാന്ധിജിയുമായിട്ടൊക്കെ അദ്ദേഹം ബന്ധപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അഹിംസ പോലുള്ള ചില കാര്യങ്ങൾ അല്ലെ, അതോടൊപ്പം തന്നെ ഒരേ സമയം സ്റ്റേറ്റിനോടും അതേസമയം മതത്തോടുമുള്ള ഒരു എതിർപ്പൊക്കെ അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ ആ ഘട്ടത്തിൽ ആണ് ഈ 1997 അദ്ദേഹം വാട്ട് ഈസ് ആർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നത്. അദ്ദേഹം ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ സൗന്ദര്യവാദം എന്ന് പറഞ്ഞ ഒരു സാധനത്തെ, കല ജീവിതത്തെ ദുഷിപ്പിക്കുന്ന
ദുഷിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഈ കല നമ്മുടെ ജീവിതത്തെ ദുഷിപ്പിക്കുന്നത് മുഴുവൻ, നമ്മളെ മുഴുവൻ ഈ സന്മാർഗ ശൂന്യന്മാരാക്കി മാറ്റുന്നത്, ഉള്ളുകൊള്ളയായ ആളുകളാക്കി മാറ്റുന്നത് ഈ പറയുന്ന സാഹിത്യവും കലകളുമാണ് എന്ന് അല്ലെ, അന്നത്തെ കലകളെയാണ് അദ്ദേഹം വിമർശിച്ചത് അല്ലെ. പക്ഷേ പ്ലാറ്റോവിന് ശേഷം ഇത്രയും രൂക്ഷമായിട്ട് കലകൾക്കെതിരെ നിലപാടൊക്കെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കലാസിദ്ധാന്തത്തിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കലയുടെ അടിസ്ഥാനം സൗന്ദര്യമാണ് എന്ന കാര്യം അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അല്ലെ. സൗന്ദര്യമല്ല എന്ന് പറഞ്ഞു. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള അമൂർത്തമായ ഒരു സംഗതിയാണ് എന്നുള്ളതാണ് അല്ലെ. അമൂർത്തമായ ഒരു സംഗതിയാണ്, അത് വളരെ വ്യക്തിനിഷ്ഠമായ ഒരു സംഗതിയാണ്, ആത്മനിഷ്ഠമായ ഒരു സാധനമാണ്. അതല്ല എന്ന് പറഞ്ഞു. മറിച്ച് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റീവ് തിയറിയിലേക്ക് മാറുകയാണ് അല്ലെ. ഈ പറഞ്ഞ ഇസ്തെറ്റിക്കായ തിയറിയിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റീവ് തിയറിയിലും കല ഒരു വിനിമയമാണ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതൊരു ഇൻഫെക്ഷൻ ആണ്. ആർട്ട് ആസ് ആൻ ഇമോഷണൽ ഇൻഫെക്ഷൻ. കല എന്ന് പറയുന്നത് വൈകാരികം തന്നെയാണ്, പക്ഷെ ഒരു വൈകാരിക പകർച്ചയാണ്. നമ്മളൊരു എഴുത്തുകാരനെ തൊടുമ്പോൾ, ഒരു കൃതിയെ തൊടുമ്പോൾ ആ എഴുത്തുകാരൻ അനുഭവിച്ചൊരു അനുഭവിക ലോകം നമ്മളോട് വിനിമയം ചെയ്യപ്പെടുകയാണ്, അത് നമുക്കകത്ത് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള എന്താ പറയാ അനുഭൂതി സംക്രമണവാദം പോലുള്ള ഒരു കാര്യം അല്ലെ. അത് കലാകാരൻ താൻ അനുഭവിച്ച ഒരു വികാരത്തെ തന്റെ സൃഷ്ടിയിലൂടെ മറ്റുള്ളവരിലേക്ക്, അത് ചിത്രമാവാം, അല്ലെങ്കിൽ സംഗീതമാവാം, കവിതയാവാം, അതിലൂടെ അയാൾ പകർന്നു നൽകുന്നു അല്ലെ. ആ വൈകാരികമായ ഒരു പകർച്ച അത് ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അത് വായിക്കുന്ന ഒരു വായനക്കാരന് എന്തുണ്ടാവുന്നു, അത് അയാൾ അനുഭവിക്കുന്നു അല്ലെ. അതേ അനുഭവം തന്നെ ഏറ്റക്കുറച്ചിൽ കൂടാതെ അയാളിൽ ഉണ്ടായാൽ അതാണ് ഏറ്റവും നല്ല കല എന്ന രീതിയിലാണ് അനുഭൂതി സംക്രമണവാദം എന്ന് പറയുന്ന അല്ലെ. 3 സ്റ്റേജാണ് അത്. കലാകാരന്റെ അനുഭവം ഉണ്ടാവുന്നു അല്ലെ, അതിന്റെ ആ അനുഭവത്തിന്റെ ഒരു വൈകാരിക ആവിഷ്കാരം അയാൾ ഒരു മാധ്യമത്തിലൂടെ നൽകുന്നു അല്ലെ. ആ മാധ്യമം അല്ലെങ്കിൽ ആ പറയുന്ന രൂപം ദർശിച്ചുകൊണ്ട് അതേ അനുഭവം തന്നെ അയാൾ കാഴ്ചക്കാരനിലേക്ക്, വായനക്കാരനിലേക്ക് പകരുന്നു എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. അപ്പൊ അങ്ങനെ വികാരം പകരുന്നത് കൊണ്ട് മാത്രം അത് നല്ല കലയാവില്ല എന്നും അല്ലെ. എന്നാൽ ആ വികാരം മാനുഷികവും അതോടൊപ്പം തന്നെ ധാർമ്മികമായി ഉന്നതവുമാകണം എന്ന് അദ്ദേഹം പറഞ്ഞത് അല്ലെ. അപ്പൊ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതായിരിക്കണം, മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതാവരുത് സാഹിത്യം എന്ന് അദ്ദേഹം പറയുന്നത്. ആ ഒന്നിപ്പിക്കുന്നതിന് അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങൾ അവിടെയാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ദൈവികമായ വികാരങ്ങളാണ്, ദൈവത്തോടും സഹജീവികളോടുമുള്ള സ്നേഹമായിരിക്കണം ഒന്നുകിൽ പ്രമേയമായി വേണ്ടത് അല്ലെ. അല്ലെങ്കിൽ ഏറ്റവും അതിസാധാരണക്കാരായ മനുഷ്യരുടെ ലളിത ജീവിതം അല്ലെ, അവരുടെ സഹാനുഭൂതിയൊക്കെ ഉണ്ടാവുന്ന തരത്തിനകത്തുള്ള, എമ്പതിയൊക്കെ ഉണ്ടാവാവുന്ന തരത്തിനകത്തൊക്കെയുള്ള തരം പ്രമേയങ്ങളാണ് ആവിഷ്കരിക്കേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ഗ്രേറ്റ് ആർട്ട് എന്ന് പറയുന്ന മഹത്തായ കലയെ അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഷേക്സ്പിയറും ബിഥോവനും തന്റെ തന്നെ രചനകളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. കാരണം അതൊക്കെ വരേണ്യമായ ഒരു സമൂഹത്തിന്റെ അഭിജാത ജീവിതത്തെയാണ് ചിത്രീകരിക്കുന്നത്. സാധാരണക്കാർക്ക് അനഭിഗമ്യമായിട്ടുള്ളതാണ്, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതൊരു എലൈറ്റിനെ സൃഷ്ടിക്കുന്നതാണ് സാഹിത്യം എന്നത്. ഈ പഴയ സാഹിത്യം ഉണ്ടായിരുന്നത് തന്റെ യുദ്ധവും സമാധാനമായാലും അന്ന കരീനയും സാധാരണക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ലെന്നും അതൊക്കെ മോശം സാഹിത്യമാണ് എന്നാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഉത്തമ കല അങ്ങനെ ആയിരിക്കരുത് എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിന്റെ കലയുടെ ആ ഒരു എലൈറ്റിസത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് ഈ കാലഘട്ടത്തിൽ പലതരം സമീപനങ്ങളും വരുന്നുണ്ട്. ഞാനത് ഒരുപാട് വിശദാംശങ്ങളിൽ നമുക്ക് പോകാൻ സമയമല്ല, അത് നോട്ടിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെ. നമുക്കറിയാവുന്ന ബയോഗ്രഫിക്കൽ ക്രിറ്റിസം വരുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസം വരുന്നുണ്ട് അല്ലെ. പലതരം സമീപനങ്ങൾ ഈ കാലഘട്ടത്തിനകത്ത് ചരിത്രാത്മകമായിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നീട് മനഃശാസ്ത്ര മനോവിജ്ഞാനീയപരമായിട്ടുള്ളത്, ചരിത്രാത്മകമായിട്ടുള്ളത്, അങ്ങനെ പലതരം സമീപനങ്ങൾ ഈ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് സാമാന്യമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവാം അല്ലെ. ഒന്ന് ഈ പറഞ്ഞതുപോലെ കൃതിക്കകത്തുള്ള പാഠം അല്ലെങ്കിൽ പാഠവുമായിട്ട് എഴുത്തുകാരൻ, ഇപ്പൊ 3 പേരാണ്, എഴുത്തുകാരൻ, കൃതി, വായനക്കാരൻ, അവർക്കിടയിൽ നടക്കുന്ന ഒരു വ്യവഹാരമാണ് സാഹിത്യം എന്ന് പറയുന്ന ഒരു സാധനം ക്രമേണ മാറുകയും സാഹിതീയത എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ പ്രബലമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് തൊട്ടുമുമ്പ് ഒരു ഘട്ടം എന്ന രീതിയിൽ ഈ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള കോൺടെക്സ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്തേക്ക് പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ജീവചരിത്ര അല്ലെങ്കിൽ ചരിത്രാത്മക വിമർശന പദ്ധതികൾക്ക് ഉള്ളത് എന്ന് പറയാം. സാങ്ബോയുടെ ആണ് ഈ ജീവചരിത്രാത്മകമായ വിമർശനം എന്ന് ഒരു സംഗതിയുള്ളത് നിങ്ങൾക്കറിയാം അല്ലെ. അത് നമ്മുടെ മലയാളത്തിലടക്കം ധാരാളമായിട്ട് എൻ കൃഷ്ണപിള്ളയുടെ ഒക്കെ ചില, അല്ലെങ്കിൽ നമ്മളത് പി കെ നാരായണപിള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അവിടെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരന്റെ ജീവിതത്തെയാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. എഴുത്തിലൂടെ നമ്മൾ എഴുത്തുകാരനെയാണ് കണ്ടെത്തുന്നത് എന്ന് പറയുന്ന ഒരു ആശയമാണ്. അപ്പൊ എഴുത്തിലൂടെ എഴുത്തുകാരനെ കണ്ടെത്തുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ പറയുന്ന എഴുത്തുകാരനെ നമ്മൾ ആദ്യം നിർമ്മിച്ചെടുക്കണം എന്നുള്ളതാണ്. അയാളുടെ ബാല്യകാലം തൊട്ട് അയാൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അയാളുടെ വിദ്യാഭ്യാസം, അല്ലെ അയാളുടെ സുഹൃത്തുക്കൾ, വ്യക്തി കുടുംബ പശ്ചാത്തലം, അയാളുടെ പാരമ്പര്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചേർത്ത് അയാളെ അങ്ങ് പിക്ചറൈസ് ചെയ്യുക. അയാളുടെ ഒരു ആത്മാവിന്റെ പോർട്രേറ്റ് ഓഫ് ദ സോൾ, അല്ലെ അയാളുടെ ഒരു ആത്മചിത്രം വരയ്ക്കുക, ആത്മാവിന്റെ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ്. അല്ലെ ആ ചിത്രത്തെ എടുക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിലൂടെ സംഭവിക്കുന്നത് എന്നാണ് സാങ്ബോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം. അല്ലെ അപ്പൊ അതുകൊണ്ട് കർത്താവിനെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നതാണ്. അല്ലെ അതുകൊണ്ട് തന്നെ അയാളുടെ ജീവിതത്തിലൂടെയാണ്, അയാളുടെ ജീവിത വീക്ഷണമായിട്ടുള്ള അയാളുടെ സാഹിത്യത്തെ വിലയിരുത്തേണ്ടത് എന്ന് പറയുന്ന ഒരു ആശയമാണ് ബയോഗ്രഫിക്കൽ ക്രിറ്റിസിസത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസമാണ്. അല്ലെ ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം ഉണ്ട്, അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായ സമീപനമുണ്ട്, മാർക്സിയൻ സമീപനമുണ്ട്. ഇതൊക്കെയാണ് ഈ കാലഘട്ടങ്ങളിൽ വരുന്ന സമീപനം എന്നൊക്കെ അറിയില്ല. അപ്പം ചരിത്രാത്മകമാകുമ്പോൾ ടെയിനാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട വക്താവായി മാറുന്നത്. അത് പിന്നീട് നവചരിത്രവാദം വരെയുള്ള പല സിദ്ധാന്തങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത്ര എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു ധനാത്മകമായ ഒരു കാഴ്ചപ്പാടായിരുന്നു ടെയിൻ്റെ പറഞ്ഞുകൂടാ. അദ്ദേഹം ചില വംശീയവാദമൊക്കെ അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതുകൊണ്ട്. അല്ല എന്തായാലും അദ്ദേഹം പറയുന്നൊരു കാര്യം, ചരിത്രത്തിന്റെ സൃഷ്ടിയാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഒരു സവിശേഷമായ ചരിത്ര കാലഘട്ടത്താണ് സാഹിത്യത്തെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ എല്ലാ പ്രതിഫലനങ്ങളും ആ കൃതിക്കകത്ത് ഉണ്ടായിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ആ ഒരു വിമർശന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ മലയാളമടക്കമുള്ള മിക്കവാറും നമ്മുടെ സാഹിത്യ വിമർശനങ്ങളൊക്കെ വലിയ അളവിൽ സ്വാധീനിച്ചത് നമുക്കറിയാം. നവോത്ഥാന കാല വിമർശനം തൊട്ടൊക്കെ ഈ ചരിത്ര പശ്ചാത്തലത്തിൽ കൊണ്ട് കൃതിയെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അതൊരു രാഷ്ട്രീയ, സാംസ്കാരിക, ഭൗതിക പരിസരത്തിൽ നിന്നുകൊണ്ട് അല്ലെ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട്, അതിന്റെ ഒരു പ്രതിഫലനമായിട്ടോ അല്ലെ അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ പലപ്പോഴും സാഹിത്യത്തെ കാണുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ചരിത്രാത്മക വിമർശനത്തിന് ഉള്ളത്. അല്ലെ ഈ കാലഘട്ടമാകുമ്പോഴേക്കും പിന്നീട് 1960 കൂടിയാണ് ഈ പറയുന്ന ഈ കാലത്തിന് പകരം സ്ഥലം എന്ന് പറയുന്ന സ്പെഷ്യൽ ടേൺ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത്. അതുവരെയുള്ളൊരു കാലം മുഴുവൻ ചരിത്രമാണ് നോവൽ എന്ന് പറയുന്ന ഒരു ആശയത്തിനകത്താണ്. ഈ ചരിത്രത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നോവലിന് മാത്രമല്ല ഈ പറയുന്ന സാഹിത്യത്തിന് അകത്തൊക്കെയും ചരിത്രത്തിനാണ്, ടൈമും സ്പേസും എന്ന് അരിസ്റ്റോട്ടിലൊക്കെ പറയുന്നത് ടൈമിന് പ്രാധാന്യം കിട്ടുന്ന ഒരു ഘട്ടമാണ് എന്ന് പറയാം. അല്ലെ അപ്പൊ അതിന് ചരിത്രാത്മകമായ ഒരു വിമർശനത്തിന്റെ പദ്ധതി ടെയിൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിക്കകത്ത് അദ്ദേഹം 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. റേസ്, മൊമെന്റ്, മില്യു എന്ന് പറയുന്ന ഒരു സാധനം. അല്ലെ റേസ്, അതിന്റെ ഒരു മില്യു ഉണ്ടാവുന്നത്. അല്ലെ അപ്പൊ ഈ പറയുന്ന റേസ് എന്ന് പറയുന്നത് എഴുത്തുകാരന്റെ ജനിതക ഘടനയുമായി ബന്ധപ്പെട്ടാണ്. അയാൾ ഏത് വംശത്തിലാണ് ജനിച്ചത്, അയാളുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ, അയാളുടെ പാരമ്പര്യം, അല്ലെ അത് അയാളുടെ എഴുത്തിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് എഴുത്തുകാരുടെ വംശം നമ്മൾ പ്രധാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. പാരമ്പര്യമായി സഹജമായി അയാൾക്ക് സിദ്ധിച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിന്റെയും അങ്ങനെ തന്നെയാണ്. മറ്റൊന്ന് അതിന്റെ മില്യു ആണ്. എഴുത്തുകാരൻ ഈ പ്രചോദിതമാകുന്ന രചനാവേളയിൽ ആ ഒരു തൽക്കാല കാലഘട്ടമാണ്, ആ കാലഘട്ടത്തിന്റെ മുഴുവൻ സ്വാധീനം എന്നത് ആ കാലഘട്ടത്തിന്റെ പ്രേരണകളോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തോടുള്ള പ്രതികരണങ്ങളോ ആയിരിക്കും ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്ന ഒരു സംഗതിയും അതിനകത്ത് പ്രധാനമാണ്. അല്ലെ അതോടൊപ്പം തന്നെ ഈ പ്രചോദിത സന്ദർഭം എന്ന് പറയുന്ന മൊമെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ ഈ 3 കാര്യങ്ങൾ കൂടി ചേർന്ന്, അതായത് എഴുത്തുകാരന്റെ കാലഘട്ടം, അയാളുടെ പാരമ്പര്യം, അതോടൊപ്പം തന്നെ പ്രചോദിതമായ ആ സന്ദർഭം, ഈ 3 ചേർത്തിട്ടാണ് അദ്ദേഹം ഈ വിമർശനത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ 3നെയും കണ്ടെത്തുക ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ സംഗതി സയന്റിഫിക് ഡിറ്റർമിനിസം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൃത്യമായിട്ട് ഈ ഘടകങ്ങളൊക്കെ വിശകലനം ചെയ്താൽ ഒരു കൃതിയുടെ വസ്തുത്വത്തെ അല്ലെങ്കിൽ കൃതിയുടെ ഒരു മൂല്യത്തെ, സ്വഭാവത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു സയന്റിഫിക് ഫോർമുല എന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും വിമർശനത്തെ കണ്ടിരുന്നത് എന്നുള്ളതാണ്. മറ്റൊരു സമീപനം മനഃശാസ്ത്രപരമാണ്. അല്ലെ ഈ കാലഘട്ടത്തിൽ തന്നെ മനഃശാസ്ത്രപരമായ സമീപനം വികസിക്കുന്നുണ്ട്. അല്ലെ ഫ്രോയിഡ് വരുന്നുണ്ട്, യുങ് വരുന്നുണ്ട്, ആഡ്ലർ വരുന്നുണ്ട്, ലക്കാൻ വരുന്നുണ്ട്. അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്താധാര ഈ കാലഘട്ടത്തില് പൊതുവെ എല്ലാവരെയും സ്വാധീനിച്ചിട്ടുള്ള, പൊതുവെ സാഹിത്യത്തെയും കലയെയൊക്കെ വളരെ വിപുലമായി സ്വാധീനിച്ചിട്ടുള്ള ഫ്രോയിഡിന്റെ മനസ്സിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാം. അല്ലെ അവിടെയാണ് മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് പിടികിട്ടാത്ത ഇന്ദ്രിയ കേന്ദ്രിതമായ ഒരു സാധനമായി നമ്മൾ കണ്ടതിനെ കുറെ കൂടെ ശാസ്ത്രീയമായിട്ടും ഘടനാപരമായിട്ടും എന്താ പറയാ ഒരു സമീപിക്കുന്ന ഒരു രീതി ഉണ്ടാവുന്നത് ഈ പറയുന്ന മനഃശാസ്ത്ര അല്ലെങ്കിൽ മനോവിജ്ഞാനീയ സൈക്കോ അനാലിസിസിലൂടെയാണ്. അത് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് നമ്മൾ വിളിക്കുന്ന ഒന്ന് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സൈക്കോ അനാലിസിസ് ആണ് എന്ന് നമുക്കറിയാം. അല്ലെ അപ്പൊ അത് മനസ്സ് നിരവധി ആശയങ്ങളുടെയും പ്രതീക്ഷകളുടെയും സംഘർഷങ്ങളുടെയും ഒരു സ്ഥലമായിട്ട് അദ്ദേഹം കാണുകയും അതിന് ഈ പറയുന്ന ചില പ്രത്യേക ഘടനകൾ,
ഈ പറയുന്ന പോലെ അബോധ മനസ്സ്, ബോധ മനസ്സ്, ഉപബോധ മനസ്സ് എന്നൊക്കെ പറയുന്ന ചില അടിസ്ഥാന എന്താ പറയാ ആശയങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. മനസ്സിന്റെ ഘടനയെ സംബന്ധിച്ച അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അതിപ്പോഴും വളരെ പ്രബലമായി നിലനിൽക്കുന്ന പിൽക്കാല പോസ്റ്റ് ഫ്രോയിഡിയൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കാലത്ത് മാത്രമല്ല അല്ലാത്ത കാലത്തും അതിനുശേഷം ഉണ്ടാകുന്ന ഘട്ടത്തിനകത്തും വളരെ പ്രബലമായിട്ടുള്ള ആശയമാണ് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അൺകോൺഷ്യസ് എന്ന് പറഞ്ഞ അബോധ മനസ്സ് എന്ന് പറയുന്ന ഒരു കാര്യം, ഈ അബോധ മനസ്സ് എങ്ങനെയാണ് കവിതയിൽ കലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ. അപ്പൊ ബോധ മനസ്സിന് പുറത്ത് നമുക്ക് അടിച്ചമർത്തപ്പെട്ട ദമന വികാരങ്ങൾ ധാരാളമായിട്ട്, അഭിലാഷങ്ങളും വികാരങ്ങളും, അത് അദ്ദേഹം ഈ പറയുന്ന ലിബിഡോ പോലുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ലിറ്ററേച്ചറിനകത്ത് ലിബിഡോ വരുന്നത്, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ ആ തരം ലൈംഗിക ഊർജ്ജം അല്ലെങ്കിൽ ചോദനമൊക്കെ എങ്ങനെയാണ് ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ നമ്മുടെ ഊർജത്തെ എങ്ങനെയാണ് സാഹിത്യ രചനയെ പ്രചോദനമായിട്ട് മാറുന്നത് എന്നല്ലേ. അങ്ങനെ സാഹിത്യകൃതികൾ അബോധ മനസ്സിലേക്കുള്ള താക്കോലാണ് എന്ന് പറയുന്ന ആശയം അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാനസിക വ്യക്തിത്വത്തിന്റെ ഘടനയെ അദ്ദേഹം വിശദീകരിക്കുന്നില്ലേ. ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ആ ഒരു സാധനം അല്ല, അസഹജമായ വാസനകളുടെ ഇൻസ്റ്റിങ്സിന്റെ ഒരു എന്താ പറയാ ഒരു ഡൊമൈൻ അവിടെയുണ്ട്. അദ്ദേഹം അതിനെ ഇത് എന്ന് വിളിക്കുന്നു അല്ലെ. അതൊരു പ്ലഷർ പ്രിൻസിപ്പിളിൽ, ഒരു സുഖതത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഘടകമായിട്ട് അദ്ദേഹം കാണുന്നു അല്ലെ. ഈഗോ എന്ന് പറയുന്ന ഒരു എപ്പോഴും നമ്മുടെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ എപ്പോഴും ഉണർന്ന് നിൽക്കുന്ന അല്ലെ, നമ്മുടെ എന്താ പറയാ ഈ ഇതിന്റെ ആഗ്രഹങ്ങളെയും അതുപോലെ തന്നെ സൂപ്പർ ഈഗോ എപ്പോഴും മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ, കർക്കശമായ സദാചാര നിഷ്ഠകൾ അല്ലെ, അതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ബാലൻസിങ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഒരു റിയാലിറ്റി പ്രിൻസിപ്പിൾ ആയിട്ട്, ഒരു യഥാർത്ഥ തത്വമായിട്ട് പ്രവർത്തിക്കുന്നത് ഈഗോയാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇതുണ്ട് പ്രഷർ പ്രിൻസിപ്പിൾ ആണ്, അതെങ്കിൽ ഇത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആയിട്ട് മാറും. ഇതിൽ കൂടെയാണ് സിവിലൈസ്ഡ് ആയ ഒരു സമൂഹത്തിനകത്ത് സൂപ്പർ ഈഗോ എന്ന് പറയുന്ന നമ്മുടെ മനസ്സിനകത്ത് സൊസൈറ്റി അടിച്ചേൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയിട്ടുള്ള ഈ പറഞ്ഞ നമ്മുടെ ധാർമ്മിക നിയമങ്ങളുടെയും സാമൂഹിക വിലക്കുകളുടെയും ഒക്കെ ഒരു വലിയ സംഗതിയാണല്ലോ പഠിക്കുന്നത്, ശരി തെറ്റ്. അപ്പൊ ഈ മൂന്നും ചേർന്ന ഒരു മനസ്സിന്റെ വ്യാപാരവും അതിനിടയിലുള്ള സംഘർഷങ്ങളും അടിസ്ഥാനമാക്കി മാനസിക വ്യാപാരങ്ങളെ വിശദീകരിക്കുന്ന ഒരു മാനസിക വിശകലന രീതിശാസ്ത്രമാണ് അദ്ദേഹം വികസിപ്പിച്ചത്. ഇത് വെച്ചുകൊണ്ട് സാഹിത്യ വിമർശനത്തെ അല്ലെങ്കിൽ സാഹിത്യകൃതികളെ വിമർശിക്കാനുള്ള അല്ലെങ്കിൽ വിശകലനം ചെയ്യാനുള്ള പലതരം ഫ്രെയിംവർക്കുകൾ അവിടെ ഉണ്ടാവുന്നതാണ് അല്ലെ. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പല പല സങ്കല്പങ്ങളും സാഹിത്യത്തിൽ വിപുലമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. ആ ഒരു ഈ പറയുന്ന ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്നത് അല്ലെ, അതിന് തീർച്ചയായിട്ടും ഇലക്ട്രാ കോംപ്ലക്സ് പോലെയൊക്കെ പെൺകുട്ടിക്ക് അച്ഛനോട് തോന്നുന്നത് ഒക്കെ അത്തരം ഈഡിപ്പസ് കോംപ്ലക്സ് പോലുള്ള ചില സാധനങ്ങൾ അല്ലെ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇതിനകത്ത് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് അത് കൊണ്ടുവരികയും അത് ഈ നമ്മുടെ സാഹിത്യത്തിനകത്തുള്ള പലതരം സങ്കീർണമായ കുടുംബ ബന്ധങ്ങളെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്, കാസ്ട്രേഷൻ കോംപ്ലക്സ് പോലുള്ള ചില കാര്യങ്ങൾ അല്ലെ, അങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടി വളരെ വിപുലമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പിന്നെ ഈ പറയുന്ന ബോധധാര സമ്പ്രദായം പോലുള്ള സമ്പ്രദായങ്ങൾക്ക് പിറകിലൊക്കെ പ്രവർത്തിച്ച സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്ന ഒരു കാര്യം, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന അദ്ദേഹം സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്ന ഒരു സാധനവും പലപ്പോഴും അതിനകത്തുള്ള ബിംബങ്ങൾ, അതിനകത്തുള്ള സർപ്പം വരുന്നു, ഓരോ ആശയങ്ങൾ വരുന്നു, ഈ ബിംബങ്ങളെ വ്യാഖ്യാനിക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ പറയുന്ന സിംബലിസം പോലുള്ള കാര്യങ്ങൾക്ക് അതൊക്കെയും പ്രവർത്തിച്ചത് ഈ ഏറ്റവും പ്രധാനമായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളത് ഫ്രോയിഡിന്റെ ഈ പറയുന്ന ആശയങ്ങളാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ സാഹിത്യ വിമർശനത്തിനകത്ത് വളരെ വലിയ എഴുത്തുകാരന്റെ മനസ്സിനെ പഠിക്കാൻ വേണ്ടിയും കഥാപാത്രങ്ങളെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു കൃതി വായനക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയും അല്ലെ. ഇപ്പോ നമുക്ക് എം എൻ വിജയന്റെ ഒക്കെ പഠനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എം ലീലാവതിയുടെ ഒക്കെ പഠനങ്ങൾക്കകത്ത് വളരെ വ്യാപകമായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ യുങ് അല്ലെ, ലീലാവതിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് യുങ്ങിന്റെ ആർക്കിടൈപ്പിനെ കുറിച്ചുള്ള ആശയങ്ങളാണ് നമുക്കറിയാം അല്ലെ. ഫ്രോയിഡിന്റെ ശിഷ്യനാണെങ്കിൽ കൂടിയും വളരെ വ്യത്യസ്തമായ ചില ആശയങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പല സിദ്ധാന്തങ്ങൾക്കും വേറെ ലെവലിൽ കൊണ്ടുവന്ന ഒരാളാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം കലക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന, അദ്ദേഹം നേരത്തെ പറഞ്ഞ അബോധ മനസ്സിന് അല്ല, അതിന് പകരം എല്ലാവർക്കും പൊതുവായുള്ള ഒരു കലക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ടെന്നും അവിടെയാണ് ഈ മനുഷ്യരുടെ പിന്നീട് നമ്മൾ സാംസ്കാരിക സ്മൃതി എന്നൊക്കെ പറഞ്ഞ കൾച്ചറൽ മെമ്മറി എന്നൊക്കെ പറഞ്ഞ സാധനം അല്ലേ, അദ്ദേഹം അത് ഒരു ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ഒരു കലക്റ്റീവ് ഗാലക്സി ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഈ കലക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു ആശയം അല്ലെ. അപ്പൊ അതിന്റെ അകത്താണ് ഈ ആർക്കിടൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. അബോധ മനസ്സിനകത്ത് സാർവത്രികമായിട്ട് ഇങ്ങനെയുള്ള ചില ആർക്കിടൈപ്പുകൾ ഉണ്ട് എന്നും അത് ചരിത്രത്തിന്റെ ഒരു ആദ്യകാലം തൊട്ട് തന്നെ വികസിച്ചു വന്നൊരു കാര്യമാണ് എന്നല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചില ദ വൈസ് ഓൾഡ് മാൻ പോലെയൊക്കെയുള്ള അല്ലെ, അങ്ങനെ ചില ആർക്കിടൈപ്പുകൾ അല്ലെ, അല്ലെങ്കിൽ അമ്മ ദൈവം പോലുള്ള ചില സങ്കല്പങ്ങൾ
അല്ലെ, ഷാഡോ തുടങ്ങിയ സങ്കല്പങ്ങൾ, ഇതൊക്കെ ആർക്കിടൈപ്പുകളാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന നായക സങ്കല്പങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടാകുന്നത്. ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ആദിരൂപങ്ങളെയും പുരാവൃത്തങ്ങളെയും ഒക്കെ ഉണ്ട്. ആദിരൂപാത്മകമായ വിമർശനമൊക്കെ മലയാളത്തിലും വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാം അല്ലെ. ഇതിന്റെ തുടർച്ചയിലാണ് വളരെ ആധുനികമായിട്ട് ഇതിനെ ഭാഷയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഷാശാസ്ത്രത്തിന്റെ മണ്ഡലത്തിലേക്ക് മനോവിജ്ഞാനത്തെ കൊണ്ടുപോയ ഒരു ഫിലോസഫറാണ് ലക്കാൻ എന്നറിയാം. അല്ലെ, ലക്കാന്റെ സമീപനത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്താ പറയാ, ഒരു ഫ്രോയിഡിലേക്കുള്ള ഒരു റിട്ടേൺ ടു ഫ്രോയിഡ് എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ വരുന്നത്. അപ്പൊ ഫ്രോയിഡിൽ നിന്നൊക്കെ മാറി അത് വികസിക്കുമ്പോൾ തിരിച്ച് ഫ്രോയിഡിലേക്കുള്ള ഒരു യാത്രയാണ്. പക്ഷെ ഫ്രോയിഡിന്റെ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചോദനയെ ഇൻസ്റ്റിക്റ്റിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മനോവിശകലന സിദ്ധാന്തമല്ല യഥാർത്ഥത്തിൽ, മറിച്ച് മനുഷ്യനിൽ നിന്ന് ഈ മനസ്സിനെ എടുത്ത് മാറ്റുകയും അതിനെ ഭാഷയിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ലക്കാന്റെ ഏറ്റവും വലിയ ഒരു ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു മണ്ഡലത്തിലാണ് ലക്കാനിയൻ അപ്രോച്ച് വളരെ പ്രധാനമായി തീരുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അബോധ മനസ്സ് എന്ന് പറഞ്ഞ ഭാഷ പോലെ ഒരു സ്ട്രക്ചറലാണ്, ഒരു ഘടനാപരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഘടനയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നതിന്റെ വ്യത്യസ്ത സ്റ്റേജുകളിലൂടെ, ഓർഡർ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ ഒരു 3 ഓർഡറിലൂടെയാണ് ഒരു കുട്ടി ഈ ഒരു വ്യക്തിത്വത്തിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ അവൾക്കുണ്ടാവുന്ന മാനസിക ഘടനയുടെ മാറ്റങ്ങൾ എന്താണ് എന്നും ഇത് എങ്ങനെയാണ് ലിറ്ററേച്ചറിനകത്ത് വരുന്നത്, ഇങ്ങനെ രീതിയിലാണ് ലക്കാനിയൻ മനോവിശ്ലേഷണത്തിന്റെ സ്വഭാവം എന്നുണ്ടാവുന്നത്. അപ്പോൾ മനുഷ്യ മനസ്സിന്റെ ഒരു വളർച്ചയ്ക്ക് 3 ഘട്ടങ്ങളുണ്ട്. ദ ത്രീ ഓർഡർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, ഒന്ന് ദ റിയൽ എന്ന് പറയുന്ന അല്ലെ, അതൊരു പ്രീ ലിംഗ്വിസ്റ്റിക് പീരിയഡ് ആണ്, ഭാഷയ്ക്ക് മുമ്പുള്ള ഒരവസ്ഥയാണ്. അവിടെ അമ്മയും കുഞ്ഞും അല്ലെ, കുഞ്ഞു വിചാരിക്കുന്നത് തന്റെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ് അമ്മ എന്നുള്ളതാണ്. കുറെ അച്ഛൻ വരുമ്പോഴാണ് അതർ രൂപപ്പെടുന്നത്. അതർ എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് അതർ ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ അച്ഛൻ കൂടെ ക്യാൻവാസിലേക്ക് കടന്നു വരുമ്പോഴാണ് അമ്മയും താനും വേറെ എൻറ്റിറ്റി ആണെന്നും താൻ ഒരു ശരീരമാണ്, താൻ ഒരു ഏകതയാണ്, തന്റെ മുഖത്തേക്ക് വരുന്ന കൈ തന്റേതാണെന്നൊക്കെ കുട്ടി തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണ് അല്ലെ. അപ്പോഴാണ് ഈ പറയുന്ന അമ്മയിൽ നിന്നുള്ള ഈ വിച്ഛേദമാണ് ഏറ്റവും ആദ്യത്തെ ഈ അടി എന്ന് പറയുന്നത്. ഈ കുട്ടിയിൽ എല്ലാ കാലത്തും ഭരിക്കുന്ന അല്ല എന്ന് വെച്ചാൽ അമ്മ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു സംഗതി ആണ് എപ്പോഴും വരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു വളർച്ചയുടെ ഒരു ഘട്ടമായിട്ട് ദ റിയൽ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നില്ലേ. അതിൽ നിന്നാണ് ഈ പറഞ്ഞ ഞാൻ എന്ന് പറയുന്ന സത്താബോധം ഉണ്ടാവുന്നത് അല്ലെ. അത് ഇമാജിനറി ആയ ഒരു സംഗതിയിലേക്ക്, അതിനെ അദ്ദേഹം മിറർ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന കണ്ണാടി ദശ എന്നല്ല. അപ്പൊ കണ്ണാടി കാണുന്ന കുട്ടി, തന്നെ കാണുന്ന കുട്ടി എന്ന് അല്ലെ, ഒരു 6 മുതൽ ഒരു 18 മാസം വരെ പ്രായമുള്ള ഒരു ഘട്ടത്തിലാണ് കുട്ടി ആദ്യമായി കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം കാണുകയും താൻ ഇങ്ങനെ ഒരു ജൈവിക സത്തയാണ് അല്ലെ, സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാവുകയും തനിക്ക് തന്റെ ശരീര ഏകതയെ സംബന്ധിച്ചൊരു ബോധം ഉണ്ടാവുന്നു അല്ലെ. അതോടുകൂടി ലോകത്തെ ബാക്കിയെല്ലാം അതറായി മാറുന്നു എന്നുള്ളത് അല്ലെ. അത് അവിടെ വെച്ചിട്ടാണ് തന്റെ ഈഗോ അല്ലെങ്കിൽ അഹം എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് വിശദാംശങ്ങൾ പോകേണ്ട കാര്യമില്ല, പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊന്നും വരുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അതിൽ നിന്നാണ് അതിന്റെ ഒരു അടുത്ത സ്റ്റേജായ സിംബോളിക് ഓർഡറിലേക്ക്, ഭാഷ പോലുള്ള പ്രതീക വ്യവസ്ഥയിലേക്ക് കുട്ടി പോകുന്നു. ഭാഷയുടെയും നിയമങ്ങളുടെയും സംസ്കാരത്തിന്റെയൊക്കെ ഒരു ലോകത്തേക്ക് കുട്ടി പോകുന്നതോടുകൂടെ സിംബോളിക് ഓർഡറിലേക്ക് വരുന്നു എന്നുള്ള അങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് ലക്കാൻ ഈ ഒരു ആശയത്തെ വിശദീകരിക്കുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ ഡിസയറിനെ സംബന്ധിച്ച് അഭിലാഷം എന്ന് പറയുന്നത് ഒരിക്കലും പൂർത്തീകരിക്കാൻ കഴിയാത്ത അല്ലെ, ഈ പ്രതീകാത്മക തലത്തിലേക്ക് എത്തുമ്പോൾ തന്നെ തനിക്ക് ഈ നഷ്ടമുണ്ടാവുന്നു. കാരണം അമ്മയുമായുള്ള ഒരു ഐക്യം നഷ്ടപ്പെടുന്നതോടുകൂടെ അതൊരു അഭാവം, ലാക്കായിട്ട് മാറുന്നു എന്നാണ്. ഈ അഭാവത്തിൽ നിന്നാണ് ഈ അഭിലാഷം ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു അഭിലാഷം നികത്താൻ വേണ്ടിയാണ് ജീവിതത്തിൽ ഇങ്ങനെ പ്രണയങ്ങളായാലും സമ്പത്തായാലും അധികാരമായാലും എഴുത്തായാലും ഇത് മുഴുവൻ നമ്മൾ ഈ അഭിലാഷങ്ങളുടെ വ്യത്യസ്തമായ പ്രകടനമാണ്. ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ അഭിലാഷത്തെ, ഈ അടിസ്ഥാന നഷ്ടത്തെ തേടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആശയമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സാഹിത്യത്തിൽ വളരെ വിപുലമായിട്ട് ഉപയോഗിക്കപ്പെട്ടുള്ളത്. ഭാഷയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുക അഥവാ ഭാഷയെ ഒരു മാനസിക ഘടനയായി കണ്ടുകൊണ്ട് മനോവിശകലനം നടത്തുക, ലിംഗ്വിസ്റ്റിക് കൺസ്ട്രക്റ്റിൽ നിന്നുകൊണ്ട് അതിലെ രൂപകങ്ങൾ എന്തൊക്കെയാണ്. അപ്പോ മേതിലിന്റെ മറ്റൊരാളുടെ കുപ്പായം പോലുള്ള കഥകളൊക്കെ ശ്രീവത്സനൊക്കെ പഠിച്ചുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെയൊക്കെ വരുന്നത് ആ ഒരു ഭാഷാ വ്യവഹാരത്തിന്റെ പ്രതീകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തുള്ള മനസ്സിനെ അല്ലെങ്കിൽ ഇതിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ, അതോടൊപ്പം തന്നെ കഥാപാത്രങ്ങളുടെ ലാക്നെസ് എന്താണ്, അവരുടെ അഭാവം എന്ന് പഠിക്കുക എന്ന് പറയുന്ന സാധനം. അതോടൊപ്പം തന്നെ ഈ ഞാൻ എന്ന് പറയുന്ന ഒരു അസ്ഥിരത എന്താണ് എന്ന് പറയുന്നത് അല്ലെ. ഈ നറേറ്ററിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കര കോൺക്രീറ്റ് ആയതല്ല, അയാളുടെ അസ്ഥിരതയെ എന്ന് പറയുന്നത് അതൊരു മിഥ്യാബോധമാണ്, ഒരു കണ്ണാടി ഇതിൽ നിന്നുണ്ടാവുന്ന സമയം. അപ്പൊ ആ ഞാനിനെ കണ്ടെത്താനുള്ള ശ്രമിക്കുക, അബോധ മനസ്സിന്റെ ഭാഷ എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള പല രീതികളുമാണ് ലക്കാനിയൻ സമീപനത്തിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാം. 2 മിനിറ്റ് കൂടെ പറഞ്ഞ് നിർത്താൻ മുഴുവൻ തീരില്ല.
മാർക്സിയൻ സമീപനമാണ് അടുത്തത്. ആധുനികതാവാദത്തിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രധാനപ്പെട്ട അപ്രോച്ച് ആയിട്ടാണ് മാർക്സിയൻ. അതിന് തന്നെ പല ഘട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പോസ്റ്റ് മാർക്സിസ്റ്റ് ഘട്ടമുണ്ട്, ക്ലാസിക്കൽ മാർക്സിസ്റ്റ് ഘട്ടമുണ്ട്. നമുക്കറിയാം അല്ലെ, സാഹിത്യം എന്ന് പറയുന്നതിന് ഒരു കലാസൃഷ്ടിയായിട്ടോ അല്ലെങ്കിൽ സാഹിതീയമായ വിനിമയോ സൗന്ദര്യാത്മകമായ വിനിമയമായിട്ടല്ല, അതിനൊരു സാമൂഹ്യ പ്രക്രിയയുടെ ഒരു ഉൽപ്പന്നമായി കാണുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതിനെ ആ സാമൂഹ്യ പ്രക്രിയകളെല്ലാം തന്നെ അല്ലെങ്കിൽ ചരിത്രം തന്നെ വർഗവൈരുദ്ധ്യത്തിൽ നിന്നാണ് ഉണ്ടാവുന്നതെന്നും ഈ വർഗ സംഘർഷത്തിന്റെ ചരിത്രമാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള ഈ ചരിത്രം എന്ന് അല്ലെങ്കിൽ സംഘർഷം എന്ന് പറയുന്നത് സവിശേഷമായ ഒരു പാറ്റേണിലൂടെ പോകുന്നതാണ് എന്ന് പറയുന്നത് പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് സോഷ്യലിസത്തിലേക്കുള്ള ഓരോ ഘട്ടങ്ങളായിട്ട് അദ്ദേഹം വിഭജിക്കുകയൊക്കെ ചെയ്യുന്ന അതിന്റെ ഒരു തുടർച്ചയിലാണ് സാഹിത്യത്തിലേക്കുള്ള അതിന്റെ അപ്ലിക്കേഷൻ വരുന്നത് എന്ന് പറയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടത്തിലെയും വർഗബന്ധങ്ങളെ എങ്ങനെയാണ് കൃതികൾ ആവിഷ്കരിക്കുന്നത്, ഈ വർഗവൈരുദ്ധ്യത്തെ പെരുപ്പിക്കുക അല്ലെങ്കിൽ വർഗവൈരുദ്ധ്യത്തെ പുറത്തു കാണിക്കുക എന്നതായിരുന്നു എല്ലാ കലാസൃഷ്ടിയുടെയും ലക്ഷ്യമായിരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഡയറക്റ്റൽ മെറ്റീരിയലിസം പോലെയൊക്കെയുള്ള വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം പോലുള്ള ആശയങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന അല്ലെ ഈ ഉപരിഘടനയും അതുപോലെ തന്നെ മറ്റേ അധോഘടനയും തമ്മിലുള്ള ബന്ധം പോലുള്ള ചില സാധനങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഏറ്റവും അടിത്തട്ടിൽ ഉണ്ടാവുന്നതും അടിത്തട്ടിൽ ഏതൊക്കെ സാമൂഹ്യ ആശയങ്ങളാണ് ഉണ്ടാവുന്നത്, മേൽത്തട്ടിൽ അപ്പൊ അങ്ങനെ ഈ അടിത്തറ മേൽപ്പുര എന്ന് പറയുന്ന ഒരു ആശയം അവിടെ ഈ മാർക്സിയൻ അതിനകത്ത് വളരെ പ്രബലമായി മാറുന്നുണ്ട് അല്ലെ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേൽപ്പുരയിലാണ് ലിറ്ററേച്ചറും കൾച്ചറും ഒക്കെ കാര്യങ്ങളൊക്കെ മേൽപ്പുരയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നത് അല്ലെ. ഇപ്പൊ കല എന്ന് പറയുന്നത് സ്വയം നിയന്ത്രണമുള്ള അല്ലെങ്കിൽ സ്വയം അധികാരമുള്ളൊരു സംഗതിയല്ലതും അത് അടിത്തറയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്ന ഒരാശയമൊക്കെ അവിടെ ഉണ്ടാവുന്നത് അല്ലെ. അത് മോഡ് ഓഫ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉൽപാദന ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ ഘടനകൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലെയും സാഹിത്യം അതിന്റെ ഉൽപാദന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരാശയം. അപ്പൊ ബേസ് സ്ട്രക്ചർ എന്നതിനകത്ത് അദ്ദേഹം ഈ സാമ്പത്തിക ഘടനയെ മാത്രമാണ് അദ്ദേഹം ഉൾപ്പെടുന്നത് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉൽപാദന ബന്ധങ്ങൾ, അതോടൊപ്പം തന്നെ അതിന്റെ ഉടമ ബന്ധങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഉപകരണങ്ങൾ, ഉൽപാദനം, ഇങ്ങനെയുള്ള കാര്യമാണെങ്കിൽ അതിന് മീതെയാണ് ഈ പറയുന്ന മതമായാലും ഭരണകൂടമായാലും വിദ്യാഭ്യാസമായും തത്വചിന്തയും കലയും സാഹിത്യവും ഒക്കെ ഉള്ളത് എന്നാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപരിഘടന അടിസ്ഥാനപരമായി ഈ പറയുന്ന എന്താ പറയാ അടിത്തറയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ അടിത്തറയെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ, അടിത്തറയെ ന്യായീകരിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മേൽപ്പുര ചെയ്യുന്നത് എന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മേൽപ്പുര എപ്പോഴും നിലനിൽക്കുന്ന വ്യവസ്ഥയെ ഉറപ്പിച്ചെടുക്കാനുള്ള ശ്രമം ഉണ്ടാവും അല്ലെ. ഇപ്പൊ കലയും എപ്പോഴും കല അല്ലെങ്കിൽ സാഹിത്യം എന്ന് പറയുന്നത് ഭരണവർഗത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ, അധികാര താല്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് പ്രധാനം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നിന്ന് മാറി കലാകാരൻ ഒരു പക്ഷത്തിലേക്ക് മാറണം എന്നും അത് വർഗപക്ഷപാതിത്വം കാണിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന് എതിരായ ഒരു പ്രവർത്തനമാണ്, സിസ്റ്റത്തിനെതിരായ ഒരു പ്രവർത്തനമാണ് സാഹിത്യം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെ. ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ വർഗസമരം എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. ലോകത്തിലെ മനുഷ്യന്റെ ചരിത്രം, സമൂഹങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് വർഗങ്ങളുടെ സമര ചരിത്രമാണ് അദ്ദേഹം അല്ലെ. അപ്പൊ ആ രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള തൊഴിലാളി വർഗവും മുതലാളി വർഗവും തമ്മിലുള്ള അല്ലെങ്കിൽ ഉൽപാദനോപാധികൾ കൈവശം വയ്ക്കുന്നവരും അല്ലെ, അതിന്റെ ഈ പറയുന്ന ഒരു ഭരണവർഗവും അല്ലെ, തങ്ങളുടെ അധ്വാനം വിൽക്കാൻ നിർബന്ധിതമാകുന്ന ഒരു എന്താ പറയാ അധ്വാന വർഗവും തമ്മിലുള്ള തൊഴിലാളി വർഗം അല്ലെങ്കിൽ പ്രോയിട്രേറ്റ് സമൂഹവും തമ്മിലുള്ള ഒരു സംഘർഷമാണ് എന്ന് പറയുന്ന ഒരു ആശയം അല്ലെ. അതോടൊപ്പം തന്നെ ഐഡിയോളജി എന്ന് പറയുന്ന പിൽക്കാലത്ത് മാർക്സിയൻ സാധനത്തിനകത്ത് തന്നെ വികസിച്ച ഗ്രാംഷിയിലൂടെ ഒക്കെ വരുന്ന സാധനം പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ പ്രത്യയശാസ്ത്രമാകട്ടെ നിലനിൽക്കുന്ന സാമൂഹ്യ നിയമങ്ങളെ, താല്പര്യങ്ങളെ, സമ്പദ് വ്യവസ്ഥകളെയൊക്കെ വളരെ സ്വാഭാവികവും ന്യായവും എന്താ പറയാ സ്വാഭാവികമാണ് എന്നൊക്കെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന, സ്വയം വിശ്വസിക്കുന്ന ഒരു തരം പ്രത്യയശാസ്ത്ര അവബോധം ഉണ്ടാക്കുന്നു. വിശ്വാസങ്ങളുടെയും മൂല്യങ്ങളുടെയും ഒക്കെ ഒരു സഞ്ചയത്തെയാണ് അദ്ദേഹം ഈ പ്രത്യയശാസ്ത്രം എന്ന്. അപ്പൊ എപ്പോഴും സാഹിത്യം ഈ ഭരണവർഗ പ്രത്യയശാസ്ത്രത്തെയാണ് പിന്തുടരുന്നത് എന്ന് പറയുന്ന ഒരാശയമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ പറയുന്ന സാധനത്തെ പെരുപ്പിക്കുക അല്ലെങ്കിൽ ഒരു കൃതി ഈ പറയുന്ന ചില ചോദ്യങ്ങൾ, അതായത് കൃതിയിലെ കഥാപാത്രങ്ങളിൽ അല്ലെങ്കിൽ കൃതി വർഗപരമായി എന്ത് നിലപാടെടുക്കുന്നു, ആരുടെ പക്ഷത്താണ് എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം അല്ലെ. അതോടൊപ്പം തന്നെ ഈ വർഗബന്ധങ്ങൾ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് പറയുന്ന പ്രശ്നം അല്ലെ. ഏത് കഥാപാത്ര സംഘർഷത്തിന് പറയും വർഗപരമായ കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക. അതിനകത്ത് ഈ പറയുന്ന ആരുടെ വിജയമാണ് അത് ലക്ഷ്യം വെക്കുന്നത് എന്ന് വെക്കുക അല്ലെ. അങ്ങനെ സ്വന്തം കാലഘട്ടത്തെ അവതരിപ്പിക്കുക മാത്രമല്ല അതിന്റെ വൈരുദ്ധ്യങ്ങളെ പെരുപ്പിക്കുകയും അല്ലെങ്കിൽ ആ വൈരുദ്ധ്യങ്ങളെ തുറന്നു കാണിക്കുകയും അവിടെ ഒരു പക്ഷം ചേരുകയും അല്ലെ, വിപ്ലവങ്ങൾക്ക് പ്രേരകമായി തീരുക, അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒന്നിനെയാണ് എഴുത്ത് എന്ന് അവർ പറഞ്ഞത് അല്ലെ. അതിന്റെ ഒരു വലിയ ഒരു
കുറെ ആളുകൾ ലൂക്കാച്ചിനെ പോലുള്ള ആളുകളുണ്ട് ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ വളരെ നിശ്ചിതമായി വിമർശിച്ച ആളാണ് നമുക്കറിയാം. ക്രിസ്റ്റഫർ കാഡ്വെലിനെയൊക്കെ പോലെ ഈ പറയുന്ന ക്ലാസിക്കൽ മാർക്സിസത്തിന്റെ ഭയങ്കര കർശനമായ നിയമങ്ങളിലൂടെ പോയ ആളുകളുണ്ട്. പോസ്റ്റ് മാർക്സിസത്തിലേക്ക് എത്തിച്ച കുറെ ആളുകൾ, മൽത്യൂസറിനെ പോലെ, അന്റോണിയോ ഗ്രാംഷിയെ പോലുള്ള കുറെ ആളുകളുണ്ട്. അവിടെയൊക്കെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ അത്തരം ചില ആശയങ്ങളൊക്കെ ഓർമ്മയുണ്ടാവണം, അല്ലെ. ലൂക്കാച്ചിനെ പോലെയുള്ള അദ്ദേഹം ഈ റിഫ്ലക്ഷൻ തിയറി എന്നൊക്കെ പറയുന്ന, അല്ലെ, സാഹിത്യം സമൂഹത്തിന്റെ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെ. അദ്ദേഹമാണ് ഈ ക്രിട്ടിക്കൽ റിയലിസം എന്ന് പറയുന്ന വിമർശാത്മക റിയലിസം എന്നൊക്കെ പറയുന്ന സാധനം കൊണ്ടുവരുന്നത്, അല്ലെ. ബൽസാക്കിന്റെ എന്താ പറയാ നോവലുകളൊക്കെ പ്രകീർത്തിക്കാൻ അദ്ദേഹം ചെയ്തു. 19ാം നൂറ്റാണ്ടില് റിയലിസ്റ്റിക് എഴുത്തുകാർ ഈ പറയുന്ന വിമർശാത്മകമായിട്ട് അവരൊക്കെ വ്യക്തിതലത്തിൽ ഭയങ്കര യാഥാസ്ഥിതികന്മാരായിരുന്നതിൽ കൂടി സമൂഹത്തിലെ കൃതികൾ മുതലാളിത്ത സമൂഹത്തിന്റെ എന്താ പറയാ വലിയ അനീതികളെ ആവിഷ്കരിക്കുകയാണ്, ആന്തരിക വൈരുദ്ധ്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അല്ലെ. ഗ്രാംഷി ആകട്ടെ ഈ പറയുന്ന കൾച്ചറൽ ഹെജിമണി എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെ. ഈ സാംസ്കാരിക അധീശത്വം എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് എന്ന് പറയുന്നത് പോലീസിലൂടെയും പട്ടാളത്തിലൂടെയും മാത്രമല്ല, മറിച്ച് പൊതുബോധത്തെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി ലിറ്ററേച്ചറിനെ, മീഡിയ അല്ലെങ്കിൽ പറയുന്ന സംഗതികളൊക്കെ എങ്ങനെയാണ്, ആശയങ്ങളെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, വിദ്യാഭ്യാസത്തെ, മതം, സാഹിത്യം തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങൾ വഴി എങ്ങനെയാണ് ഒരു സാംസ്കാരിക അധീശത്വം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു പ്രധാനപ്പെട്ട സങ്കല്പനം അതാണെന്ന് അറിയാം, അല്ലെ. ഞാൻ നേരത്തെ അൽത്യൂസറിനെ കുറിച്ച് പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെ, അത് ഈ പറഞ്ഞ പോലെ സാഹിത്യം പ്രതിഫലനാത്മകം മാത്രമല്ല എന്നും അതൊരു പ്രത്യയശാസ്ത്രത്തെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സങ്കല്പമൊക്കെ അതാണ്. ഇത് ഈ പറയുന്ന ഓരോ സാധനങ്ങളും ഈ പ്രത്യയശാസ്ത്ര ഭരണകൂട പ്രത്യയശാസ്ത്രം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഉപകരണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാല് പിന്നീട് അത് ഫ്രാങ്ക്ഫർട്ട് സ്കൂളിലേക്കൊക്കെ വികസിക്കുന്നുണ്ട്, അല്ലെ. ഈ പറയുന്നത് പോലെ സംസ്കാര വ്യവസായം പോലുള്ള ഈ കൾച്ചർ ഇൻഡസ്ട്രി പിൽക്കാല മുതലാളിത്തത്തിലേക്ക് തന്നെ അത്ര ആശയങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, അല്ലെ. മുതലാളിത്ത വ്യവസ്ഥയിലെ കൾച്ചർ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടാണ്, അല്ലെ. അഡോണയെ പോലെ അല്ലെങ്കിൽ ഹോക്കിമറെ പോലുള്ള ആളുകളൊക്കെ ഈ പിൽക്കാല മാർക്സിസ്റ്റുകളൊക്കെ ഈ പറഞ്ഞ മാർക്സിസത്തെ ഒരു പുതിയ തലത്തിലേക്ക്, അത് ജനങ്ങളെ മയക്കുന്ന കല എന്ന് പറയുന്ന സംഗതികൾ, അല്ലെ, സംഗീതമടക്കമുള്ള ചിന്തകളെ ഉൽപ്പാദിപ്പിക്കുന്ന ജനങ്ങളെ മയക്കുന്ന കലയെ കുറിച്ചൊക്കെയുള്ള ആശയങ്ങളൊക്കെ ഈ മാർക്സിയൻ ചിന്താ പദ്ധതിയിൽ നിന്നുണ്ടാവും, അല്ലെ. പിന്നീട് അത് ഈ മാർക്സിസ്റ്റുകളായിരിക്കെ തന്നെ ക്രിട്ടിക്കൽ തിയറിയുടെ ഭാഗമായ ആളുകൾ ഈ മാർക്സിയൻ ചിന്താ പദ്ധതിയുടെ പലതരം ആശയങ്ങളെയും ഈ പറഞ്ഞ ഹേബർമാസർ പോലുള്ള അവരുടെ പൊതുമണ്ഡലം പോലുള്ള ആശയങ്ങളൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പിൽക്കാല മാർക്സിസ്റ്റുകൾ വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർമ്മയുണ്ടാവണം. ഓക്കെ, എന്തായാലും ജസ്റ്റ് ആ ഒരു മാർക്സിയൻ സമീപനത്തെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒന്ന് രണ്ട് ഡീസങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ആധുനികതയിലേക്ക് വരാൻ സമയമില്ല, അതുകൊണ്ട് തന്നെ തൊട്ടു മുമ്പുള്ള ഒന്ന് രണ്ട് ഡീസങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇംപ്രഷനിസം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില സാഹിത്യ പ്രസ്ഥാനങ്ങളാണ്. ഈസങ്ങളെ കുറിച്ചിട്ട് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വരാം. ക്ലോഡ് മോനെ കുറിച്ച് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന സൂര്യ പ്രഭാതത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രം, അല്ലെ, ഇംപ്രഷൻ എന്ന് പറയുന്ന, അല്ലെ, ഈ പറയുന്ന ഉദയസൂര്യനെ കുറിച്ചുള്ള ഒരു ഇംപ്രഷനാണ് അദ്ദേഹം വരച്ചത്. അല്ല, ആ ഉദയസൂര്യനൊന്നും വലിയ ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നറിയില്ല. അപ്പൊ അതിലൂടെയാണ് ഈ പറയുന്ന സാധനം ഉണ്ടാവുന്നത്. ഫ്രാൻസിലാണ് ഈ പറയുന്ന ചിത്രകലയിലാണ് ഈ കാലഘട്ടത്തിലെ മിക്കവാറും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇമേജിസം ആയാലും പിന്നീട് ക്യൂബിസം ആയാലും ഒക്കെ പിന്നീട് വരുന്ന പ്രസ്ഥാനങ്ങളൊക്കെ മിക്കവാറും സെറിയലിസം ആയാലും ഒക്കെ ചിത്രകലയാണ് അതിന്റെ പ്രധാനം എന്ന് നമുക്ക് കാണാൻ കഴിയും, അല്ലെ. അപ്പോ ഫോട്ടോഗ്രാഫിക് റിയലിസം അല്ല, അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ അല്ല ചിത്രത്തിൽ ഉണ്ടാവുന്നതും. ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു അനുഭവം, ഒരു ഭൗതിക വസ്തു തനിക്കകത്ത് ഉണ്ടാക്കുന്ന ഇംപ്രഷൻസിനെയാണ്, അല്ലെ. ആ ഇംപ്രഷൻസിനോടാണ് കലാകാരൻ നീതി പുലർത്തേണ്ടത്. അത് അതേപോലെ വരയ്ക്കുന്നതാണ് ഈ പറയുന്ന അതിന്റെ എന്താ പറയാ അതിന്റെ വിശദാംശങ്ങൾ പകർത്തുകയല്ല, മറിച്ച് ആ ചിത്രം കാണുന്ന വേളയിൽ തന്റെ മനസ്സിലുണ്ടായ അനുഭൂതികളെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്, ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണ് ചിത്രകാരൻ അല്ലെങ്കിൽ കലാകാരൻ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു പ്രധാനം. ഇത് സാഹിത്യ വിമർശനത്തെ സംബന്ധിച്ചാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. ഒരു കൃതി തനിക്ക് അകത്തുണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളെ അതുപോലെ വിശദീകരിക്കലാണ് വിമർശകനിൽ. ഇംപ്രഷനിസ്റ്റ് ക്രിട്ടിക്കുകൾ മലയാളത്തിൽ ഇപ്പോൾ പല ഇംപ്രഷനിസത്തിന്റെ വക്താക്കളായിട്ടുള്ള കെ പി ശങ്കരനെയൊക്കെ പോലെയുള്ള ധാരാളം നിരൂപകന്മാരുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം, അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആശയം ഇത് തന്നെയാണ്. ഈ പറയുന്നത് പോലെ ഇംപ്രഷൻ എന്ന് പറയുന്ന വാക്ക് സത്യത്തിൽ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് ഈ ഒരു ലൂയി ലൊറായി എന്ന് പറയുന്ന ഒരാള് ഇയാളുടെ ചിത്രത്തേക്ക് മറ്റേ നേരത്തെ പറഞ്ഞ ക്ലോഡ് മോനയുടെ ചിത്രത്തേക്ക് കളിയാക്കിക്കൊണ്ട് അത് വെറും ഇംപ്രഷൻസ് ആണ്, അത് വെറും പ്രതീതിയാണ്, അതിന് ചിത്രം ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഒരു പരിഹാസ പേരായിട്ടാണ് ഇംപ്രഷനിസ്റ്റ് എന്നുള്ളത് വിളിച്ചതെങ്കിലും പിന്നീട് അത് ആ പ്രസ്ഥാനത്തിന്റെ ഒരു പേരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ചിത്രം
നിന്ന് തുടങ്ങുന്ന ചിത്രകലയിൽ തുടങ്ങുന്ന സാധനം മറ്റ് സാഹിത്യത്തിലേക്കും മറ്റ് ആവിഷ്കാരങ്ങളിലേക്കും വരുന്നു എന്നുള്ളത്. അപ്പൊ അവർ പ്രധാനമായിട്ട് അവർ ചെയ്തത് റിയലിസത്തിനെ എതിർക്കുക എന്നതായിരുന്നു. എന്നുവെച്ചാൽ ഈ റിയലിസത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫി, യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് റെപ്രസെന്റേഷൻ അല്ല കല എന്നുള്ളതും. അതോടൊപ്പം തന്നെ ഈ വിക്ടോറിയൻ കാലഘട്ടത്തിൽ മറ്റൊരു ധാര എന്ന് പറയുന്നത് അക്കാഡമികമായ ചിട്ടവട്ടങ്ങൾ, ഗൗരവം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അതിന്റെ ചില ക്രാഫ്റ്റുകൾ എന്നൊക്കെ പറയുന്ന അക്കാഡമിക് ശൈലിയുടെ ഒരു കർശനത്തെയും ഒരേപോലെ എതിർക്കുക എന്നുള്ളതാണ്. അതിന് പകരം അനുഭവങ്ങളെ അമൂർത്തമായി ആവിഷ്കരിക്കുക, ഭയങ്കര വെളിച്ചത്തിനും പ്രകാശത്തിനും അല്ലെങ്കിൽ അതിനകത്തുള്ള കളേഴ്സിനൊക്കെ പ്രാധാന്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവര് അതിനൊക്കെ വളരെ ഈ പറഞ്ഞ ഏറ്റവും തിളക്കമുള്ള ബ്രൈറ്റായ കളേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് അവർ സ്റ്റുഡിയോയിൽ വരച്ചിരുന്ന ചിത്രങ്ങൾ, സ്റ്റുഡിയോ കൾച്ചർ മാറുകയും അല്ല, അതുവരെയൊക്കെ ചിത്രകാരന്മാർക്ക് സ്റ്റുഡിയോ ഉണ്ട്, അതുപരം ഔട്ട്ഡോർ ചിത്രരചന എന്ന് പറയുന്ന സംഗതി അവർ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ പുറത്ത് ഇങ്ങനെ ചിത്രം വരയ്ക്കുക എന്ന് പറയുന്ന ഒരു ആശയമൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ബ്രഷ് സ്ട്രോക്കുകൾക്ക് പ്രാധാന്യം നൽകുക എന്ന് പറയുന്ന ഒരു സംഗതി, അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വരയ്ക്കുന്ന ഒരുപാട് ഈ പറയുന്നത് പോലെ സമയമെടുത്ത് വരയ്ക്കുന്ന ഒരു സംഗതിയായിട്ടല്ല. ഇതെല്ലാം ഈ സ്ട്രോക്കുകളെല്ലാം ചേർന്നൊരു പൂർണ്ണ ചിത്രത്തിന്റെ അനുഭവം, അതൊരു പൂർണ്ണത യഥാർത്ഥത്തിൽ മനസ്സിലാണ് ഉണ്ടാവുന്നത്, ആ ചിത്രത്തിലല്ല ഉണ്ടാവുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ ഏറ്റവും ഡേ ടു ഡേ അഫയേഴ്സിനെ ചിത്രീകരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടച്ച അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തെ അന്തരീക്ഷത്തിലേക്ക് ഭയങ്കര പ്രകാശമാനമായ നാച്ചുറൽ ലൈറ്റിന് വളരെ പ്രാധാന്യം നൽകുക, കൃത്രിമമായ ലൈറ്റുകളൊക്കെ ഒഴിവാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഈ പറയുന്ന എന്താ പറയാ ദേഗയെ പോലുള്ള ആളുകളൊക്കെ ഇംപ്രഷനിസ്റ്റ് ആയിട്ടുള്ള ചിത്രകാരന്മാരൊക്കെ ആ മേഖലയിലും അതുപോലെ തന്നെ എന്താ പറയാ കലാകാരന്മാരും മറ്റു പല മേഖലയിലും ഒക്കെ എന്താ പറയാ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് ചിത്രകലയിനത് ഉണ്ടായിരുന്നത് എന്ന് പറയാം. ഓക്കെ, അപ്പോ സ്ട്രീം ഓഫ് കോൺഷ്യസ് പോലെയൊക്കെയുള്ള കാര്യങ്ങളെ പിന്നീട് ഈ പറയുന്നത് പോലെ, അതായത് ഒരാളുടെ ബോധധാരയിലൂടെ കാര്യങ്ങൾ ആവിഷ്കരിക്കുന്ന സങ്കേതങ്ങളൊക്കെ സാഹിത്യത്തിൽ വികസിക്കുന്നതിനുള്ള ഒരു കാര്യം അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ വെർജീനിയ വൂൾഫിന്റെയും അതുപോലെ മാർഷൽ പ്രൂസ്റ്റിന്റെയും ഒക്കെ രചനകളെ വലിയ അളവിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു സാഹിത്യ ഒരു കലാപ്രസ്ഥാനമാണ് ഈ ഒരു ഇംപ്രഷനിസം എന്ന് പറയും. ഓക്കെ, ഇംപ്രഷനിസത്തെ കുറിച്ച് മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ തന്നെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വന്ന ഒരു എക്സ്പ്രഷനിസവുമായി ബന്ധപ്പെട്ട ഒരാളാണ് ബെനഡിക്റ്റോ ക്രോച്ചെ എന്ന് നമുക്കറിയാം. ക്രോച്ചെ കൂടെ നമുക്ക് എക്സ്പ്രഷനിസം കൂടി എന്താണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ക്രോച്ചെ അല്ലെ ഈ പറയുന്ന കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന കലയുടെ ഭൗതികമോ അല്ലെങ്കിൽ കലയുടെ സാമൂഹ്യമോ എല്ലാ തലങ്ങളെയും നിഷേധിച്ച ഒരാൾ കൂടിയായിരുന്നു ബെനഡിക്റ്റോ ക്രോച്ചയുടെ ഒരു വലിയ സംഗതി. കലയ്ക്ക് അങ്ങനെ ഒരു ഭൗതിക പ്രത്യക്ഷമാണ് കല എന്ന് അദ്ദേഹം വിചാരിച്ചതില്ല. അതൊരു ഇൻറ്റ്യൂഷനാണ് എന്നും അതിന്റെ ഒരു ആവിഷ്കാരം കലാകാരന് ഒരു പ്രചോദിതമാവുന്ന സ്ഥലത്ത് അയാൾക്ക് ഉണ്ടാവുന്ന ഒരു അന്തർദർശനം, ഒരു അകത്തുള്ള ഒരു വെളിപാടാണ് കല. അത് അയാൾക്ക് അകത്ത് കത്തിത്തീരുന്ന ഒരു സംഗതിയാണ്. പുറത്തേക്ക് അതിനെ ആവിഷ്കരിക്കണമെന്ന് യാതൊരു നിയമവുമില്ല. അത് വെറും ഉപകരണവാദപരമാണെന്ന് പറയുന്ന ഒരു ആശയമാണ് ഈ അവബോധ ആവിഷ്കാരം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് അദ്ദേഹം ഇംപ്രഷനിൽ നിന്ന് മാറിയിട്ട് അപ്പൊ ഒരു തരം ആശയവാദത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. പ്ലാറ്റോയുടെ ഒക്കെ അതിനകത്തേക്ക് പോകുന്ന ഒരു തിരിച്ചുപോക്കായിട്ട് കൂടെ അദ്ദേഹം ഈ പറയുന്ന റിയലിസത്തിനൊക്കെ എതിരായിട്ടാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ സൗന്ദര്യശാസ്ത്രപരമായിട്ടുള്ള ഒരു വാദം കൂടിയാണത് അല്ലെ ഈ പറയുന്ന. പക്ഷെ അതിനകത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഭാഷാശാസ്ത്രത്തെ അതിന് വലിയ രീതിയിൽ കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സയൻസ് ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ജനറൽ ലിംഗ്വിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞ സാധനത്തിനകത്ത് അദ്ദേഹം അതിനെ കുറെ കൂടെ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ആദർശവാദത്തിന്റെ വേറൊരു തലമാണ് അദ്ദേഹത്തിന്റെ ഈ ആശയത്തിനകത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് അവബോധം അല്ലെങ്കിൽ അന്തർദർശനം എന്ന് പറയുന്ന സംഗതി യുക്തിക്ക് മുമ്പുള്ള ഒരു അറിവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യുക്തിപരമായ ഒരു അറിവല്ല കല നൽകുന്നത്. അതിന് യുക്തി ഉണ്ടാവില്ല. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുന്നത് ആ ഒരു സാധനം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ ഇംപ്രഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉണ്ടല്ലേ, ആ ഇന്ദ്രിയാനുഭവങ്ങളുടെ ഒരു മെന്റൽ ഇമേജ് അല്ലെങ്കിൽ ഒരു വ്യക്തമായ രൂപമായിട്ട് നമ്മുടെ മനസ്സിനകത്ത് മാറുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ആ മാറുന്ന പ്രക്രിയക്കകത്ത് ഒരുപക്ഷെ പ്രകൃതിയിലുണ്ടായ ഒരു ചിത്രവുമായിട്ടോ അനുഭവമായിട്ടോ നേരിട്ടതിന് ബന്ധം ഉണ്ടാവണം എന്നില്ല അല്ലെ. അതൊരു ഈ പറയുന്ന സവിശേഷമായ ഒരു വികാരത്തിന്റെ മൂർത്ത ചിത്രണമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അല്ലെ. അപ്പൊ ഒരാളുടെ അതുകൊണ്ട് തന്നെ ഒരു മരം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മഴയത്ത് ആകെ നനഞ്ഞു കിടക്കുന്ന ഒരു മരം എന്ന് പറയുന്നത് ഒരാൾക്കകത്ത് ഒരുപക്ഷെ തകർന്ന ഒരു മനുഷ്യന്റെ ഒരു ചിത്രമാണ് അയാൾക്കകത്ത് വരുന്നതെങ്കിൽ അതാണ് അത്തരം ഒരു സംഗതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന
അന്തർദർശനം, പെട്ടെന്നൊരു വെളിപാട് പോലെ അല്ലെ. ഉറൂബിന്റെ ഒക്കെ ഇതിലേക്ക് പറഞ്ഞ പോലെ ആള് വീണ് കിടക്കുന്നപ്പോ വെളുത്ത കുട്ടി എന്നൊക്കെ പറയുന്ന കഥയ്ക്കകത്ത് അല്ലെ, അത് അവിടെ ഈ പറയുന്ന എന്താ പറയാ നിലത്ത് വീണ് കിടക്കുന്ന ചില പൂക്കൾ അയാളിൽ ഉണ്ടാക്കുന്ന അനുഭവം വേറെയാണെന്നുള്ളത്. ഇപ്പൊ ഈ അവബോധവും ആവിഷ്കാരവും അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻറ്റ്യൂഷനും അല്ലെങ്കിൽ അന്തർദർശനവും ആവിഷ്കാരവും ഒന്നായി തീരുന്ന ഒരു പ്രക്രിയയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് അങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല. അത് അയാൾക്കകത്ത് സംഭവിക്കുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഭാഷ കൊണ്ട് അല്ലെങ്കിൽ മാധ്യമം കൊണ്ട് പകർത്തിയെടുക്കാൻ കഴിയാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അത് മനസ്സിൽ പൂർണ്ണമായി രൂപം കൊള്ളുന്ന നിമിഷം തന്നെ അത് എക്സ്പ്രഷൻ ആയിട്ട് മാറുന്നു, ആയി കഴിഞ്ഞിരിക്കുന്നത്. അതാണ് അതിന് എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. അത് മനസ്സിൽ ഒരു രൂപം തെളിയുന്നു എന്നാണ്. അതിന് ആവിഷ്കാരം പിന്നീട് മനസ്സിലൊരു കാര്യം തെളിയുകയും ഈ പറയുന്ന പോലെ വേർഡ്സ്വർത്ത് ഒക്കെ പറയുന്നത് പോലെ പിന്നീട് അതിങ്ങനെ ഏകാന്തതയിൽ അതിങ്ങനെ ഒരു കൂട്ടിയെടുത്ത് അതിനൊരു ആവിഷ്കാരമാക്കി മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയയല്ല. ഇത് അവബോധം ആവിഷ്കാരമായിട്ട് തന്നെ രൂപക്കൊള്ളുന്നു എന്ന് പറയുന്ന ഒരു സംഗതി. അതിനെ ഒന്നുകൂടെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആന്തരികമായ ആവിഷ്കാരം എന്നും ബാഹ്യ ആവിഷ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. ആന്തരികമായ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നതാണ് യഥാർത്ഥ കല എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ കലാകാരന്റെ മനസ്സിൽ രൂപപ്പെടുന്ന പൂർണ്ണമായ ഒരു ചിത്രമാണ് അല്ലെ. അതിന്റെ ബാഹ്യവൽക്കരണം അല്ലെങ്കിൽ അതിന്റെ പുറത്തേക്ക് അതിനെ എടുത്തു കാണുക, മനസ്സിൽ രൂപപ്പെട്ട ഒരു കലയെ പെയിന്റിംഗ് ആയോ സാഹിത്യമായിട്ടൊക്കെ ആവിഷ്കരിക്കുക, കവിതയായിട്ടൊക്കെ ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് ബാഹ്യവൽക്കരണമാണ്. ആ ബാഹ്യവൽക്കരണം എന്ന് പറയുന്നത് അത്ര നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല, അതൊരു പ്രായോഗിക പ്രവർത്തനം മാത്രമാണ് എന്നാണ്. അത് താൻ അനുഭവിച്ച ഒന്നിന്റെ ഒരു ഓർമ്മക്കുറിപ്പ് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നത്. ഫിസിക്കൽ ആർട്ട് വർക്ക് എന്ന് അദ്ദേഹം വിളിച്ച് എന്ന് വെച്ചാൽ അതല്ല കല എന്ന് പറഞ്ഞാൽ അത് കലാകാരനകത്ത് തന്നെയാണ് എന്നതാണ് ക്രോച്ചെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന എന്താ പറയാ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടാണ് എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും അല്ലെ. ജർമ്മനിയിൽ രൂപം കൊണ്ടൊരു കലാപ്രസ്ഥാനം എന്ന രീതിയിൽ ഈ പറയുന്ന എക്സ്പ്രഷനിസം എന്ന് പറയുന്ന ഒരു ആശയം അതിന്റെ ഈ പറയുന്ന ബാഹ്യലോകത്തെ പലപ്പോഴും ഈ കലാകാരൻ വക്രീകരിച്ച് എന്താ പറയാ വളച്ചൊടിച്ച് രൂപഭംഗം വരുത്തി മറ്റൊന്നാക്കി ആവിഷ്കരിക്കുക എന്നല്ലേ. സ്വന്തം ആന്തരിക ലോകത്താണ് കല നടക്കുന്നത് എന്നും അത് ബാഹ്യലോകത്തിന്റെ പ്രതിഫലനം അല്ല എന്നും റിയലിസത്തിന്റെ നേരെ എക്സ്ട്രീമായ പൊസിഷനിലേക്കാണ് ഈ പറയുന്ന എല്ലാ ഇമേജിസം ആയാലും പിന്നീട് തുറന്നു വരുന്ന ക്യൂബിസം ആയാലും സർറിയലിസം ആയാലും ഇതെല്ലാം റിയലിസത്തിനെതിരായിരുന്നു അവരുടെ യുദ്ധം എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ആധുനികതാവാദ കാലമാകുമ്പോഴേക്കും അത് സർറിയലിസമായിട്ടും ഇമേജിസമായിട്ടും ക്യൂബിസമായിട്ടൊക്കെ മാറുന്നുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ഘട്ടത്തെ കുറിച്ച് അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 1920 വരെയുള്ള ഒരു ഘട്ടത്തിനകത്താണ് എക്സ്പ്രഷനിസം പോലുള്ള കാര്യങ്ങൾ അവിടെ വരുന്നത് അല്ലെ. അത് പിന്നീട് വരുന്ന ഇപ്പോ ഈ ജെയിംസ് ജോയ്സ് അല്ലെങ്കിൽ T.S. എലിയറ്റ്, എസ്രാ പോണ്ട് എന്നൊക്കെ പറയുന്ന പിന്നീട് വരുന്ന എഴുത്തുകാരെയൊക്കെ ഒരു വഴികാട്ടിയായിട്ടാണ് ഈ പറയുന്ന സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പകരം ഒരു സബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയുന്ന അനുഭവനിഷ്ഠമായ ആനുഭവികമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് അവർ വസ്തു യാഥാർത്ഥ്യത്തിന് പകരം വയ്ക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഡിസ്റ്റോഷൻസ് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭയങ്കര ബ്രഷ് സ്ട്രോക്കുകൾ തന്നെ കുറെ കൂടെ പരുക്കനായിട്ട് ചെയ്യുക അല്ലെ. അതോടൊപ്പം തന്നെ ആധുനിക മനുഷ്യന്റെ വലിയ വ്യഥകൾ, ആധുനികതയോടുള്ള അവന്റെ വലിയ എതിർപ്പുകൾ അല്ലെങ്കിൽ അതിനുള്ള ആശങ്കകൾ, അപമാനവീകരണങ്ങൾ അല്ലെ, ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയ വിടവുകൾ, നന്മയും തമ്മിലുള്ള അങ്ങനെയുള്ള അവന്റെ ഉത്കണ്ഠകളും ഭയങ്ങളും അതോടൊപ്പം തന്നെ എന്താ പറയുക നഗരാസുര അനുഭവങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു ആന്തരിക പേടിയുടെയും സംഘർഷത്തിന്റെയും ഒക്കെ ഒരു ആന്തരിക ലോകം എന്ന് പറയുന്നത്. അങ്ങനെ അതാണ് എക്സ്പ്രഷനിസ്റ്റ് നാടകങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം നോവലുകളിലേക്ക് കാഫ്കയുടെയും മറ്റുമൊക്കെ ഇങ്ങനെ വലിയ കാസിലുകൾ അല്ലെങ്കിൽ ലാബ്രിന്തുകൾ, അവിടെയൊക്കെ അകപ്പെട്ടു പോകുന്ന മനുഷ്യന്മാർ, അങ്ങനെയൊക്കെയുള്ള ചില എന്താ പറയാ അങ്ങനെയുള്ള അത്ഭുത തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ വളരെ അവിശ്വസനീയമായിട്ടുള്ള ചില പ്രത്യേക സ്ഥലങ്ങൾക്കകത്ത് മനുഷ്യരൊക്കെ കുടുങ്ങി പോകുന്ന കഥകൾ, അത്തരം ചില ആവിഷ്കാരങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. അതിന്റെ ഒരു വേറൊരു ഘട്ടത്തിലേക്കാണ് ആധുനികതാവാദം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ആധുനികതാവാദവും അതിന്റെ ഭാഗമായിട്ടുള്ള T.S. എലിയറ്റ്, അതുപോലെ തന്നെ റിച്ചർഡ്സ് അല്ലെ. സമയം ഉണ്ടെങ്കിൽ അത് വേറെ സെഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ നോട്ടുകൾ തരികയും ചെയ്യാം. ആധുനികാനന്തര വരെയുള്ള ഒരു ഘട്ടമുണ്ട്. എന്നാൽ ഈ പറയുന്നതിനകത്തുള്ള പ്രധാനപ്പെട്ട സൈദ്ധാന്തികർ അവരുടെ ആശയങ്ങൾ, ചില പുസ്തകങ്ങൾ അല്ലെ, ചില സങ്കല്പനങ്ങൾ, പ്രധാനമായിട്ട് ചില സങ്കല്പനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില വിമർശനങ്ങൾ, അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ പൊതുവെ വരാറുള്ളത്. അതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, വൈകുന്നുണ്ട്, നമുക്ക് തരാം. സാഹിത്യ വിമർശനത്തിന്റെ നോട്ട്സ് കംപ്ലീറ്റ് ഇട്ടിട്ടില്ലല്ലോ? ഇല്ല, സാഹിത്യ വിമർശനത്തിന്റെ നോട്ട്സ് ഇനി നമുക്ക് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇട്ടിട്ടുള്ളൂ. നമ്മള്
മുണ്ടശ്ശേരിക്ക് ആ ഒരു ഘട്ടമൊക്കെ ഇട്ടിരുന്നല്ലോ അല്ലെ? ഞാൻ എനിക്ക് ഓർമ്മയില്ല. ഇനി എസ് ഗുപ്തൻ നായർ തൊട്ടുള്ളൊരു ഘട്ടമാണ് ഇടാറുള്ളത് അല്ലെ? അതിടാം, എനിക്കൊരു ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട്. എസ് ഗുപ്തൻ നായർ തൊട്ടുള്ള അല്ലെങ്കിൽ നമ്മള് നവോത്ഥാനാനന്തര ഘട്ടം എന്ന് പറയുന്നത് സുകുമാരഴിക്കോട് തൊട്ടുള്ള ഘട്ടമാണ് ഇടാറുള്ളത് അല്ലെ? സുകുമാരഴിക്കോട് കൂടി എന്താണ് ഇടാൻ? അല്ല, ആദ്യ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെ കുറിച്ചുള്ള നോട്ട്സും അതിലില്ല സാർ. മുണ്ടശ്ശേരിയുടെ ഒക്കെ ഇല്ലേ? മുണ്ടശ്ശേരി അതൊക്കെ ഇട്ടിരുന്നു എൻ്റെ ഒരു ഓർമ്മ. നോക്കാം എന്തായാലും, അല്ലെങ്കിൽ അത് ഒന്നിച്ചിട്ട് ഒറ്റ നോട്ടാക്കി ഇടണം കേട്ടോ. ചിലപ്പോൾ എന്തായാലും ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുക ചെയ്തിരുന്നു അല്ലെ? എന്തായാലും അതിന്റെ മൊത്തം നോട്ട്സ് ഒന്നിച്ചിടാം കേട്ടോ. അത് വിട്ടുപോയതായിരിക്കും. ഓക്കെ, ശരി. ഒന്നുമില്ല.